ദൈവത്തിന്റെ കൃപയാലും ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ഇന്നത്തെ ദിവസം ഞാൻ മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ബൈജുരാജ്. ഹായ്. ഹായ് ഹായ് ബൈജുരാജ്. ബൈജുചേട്ടാ. ഹായ് ഹായ് ബൈജുചേട്ടാ. ഹായ് ബൈജുരാജേട്ടാ. ഹായ് ഹായ് ഹായ്. ഹായ്. ഏതായാലും ഒരു ഞായറാഴ്ച കൂടി ജ്വാലയോടൊപ്പം കൂടാൻ പറ്റി. നമ്മൾ സുബോധ ജീവിതത്തിലെ അപായ സൂചനകൾ എന്നാണ് പൊതുവെ ഈ വിഷയത്തിന് കൊടുത്തിട്ടുള്ളൊരു തലക്കെട്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പം ഇതിനോടകം തന്നെ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ നമ്മൾ സംസാരിച്ചു, ചർച്ചയ്ക്കൊക്കെ വന്നു. നമ്മളിത് മാർച്ചിൽ തുടങ്ങിയതാണ്, ഈ സുബോധ ജീവിതത്തിലെ അപായ സൂചനകൾ. അതെന്തൊക്കെയായിരുന്നു സൂചനകൾ എന്ന് ഞാനൊന്ന് ഓടിച്ച് വായിക്കാം. നമ്മൾ കോപത്തിൽ നിന്നാണ് തുടങ്ങിയത്, കോപം എന്ന അപായ സൂചന. പിന്നെ നമ്മൾ ഉത്കണ്ഠയെക്കുറിച്ച് സംസാരിച്ചു, ആങ്സൈറ്റി. പിന്നെ നമ്മൾ വിഷാദത്തെക്കുറിച്ച്, ഡിപ്രഷനെ കുറിച്ച് സംസാരിച്ചു. പിന്നെ നിരാശ, സ്വയാനുകമ്പ, പിന്നെ അഹന്ത, അലംഭാവം, ആർത്തി, ധൂർത്ത്, പിന്നെ ഒരു മിനിറ്റ്, ആർത്തി, ധൂർത്ത്. പിന്നെ നമുക്കൊരു ചെറിയൊരു ഇടവേള വന്നു, ഒരു 3 മാസം. അതിനുശേഷം നമ്മൾ പിന്നീട് സംസാരിച്ച വിഷയങ്ങൾ ദുർചിന്ത, അമിതം, അവിശ്വാസം, വഞ്ചന, നുണ, വിമർശനം, പരദൂഷണം, അധികാരമോഹം. കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ചും സംസാരിച്ചു, പിരിമുറുക്കം. അപ്പം ഈ ഞായറാഴ്ച ഇന്ന് നമ്മൾ അശ്രദ്ധ എന്ന വിഷയമാണ് നമ്മളിന്ന് എടുക്കുന്നത്. അശ്രദ്ധ എന്ന് പറയുമ്പം അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഇൻഅറ്റൻഷൻ എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇൻഅറ്റൻഷൻ. കാരണം നമ്മൾ അശ്രദ്ധ എന്ന് പറയുന്നതിന് മറ്റൊരു കെയർലെസ് ആവുക എന്നൊക്കെ പറയുന്നതും ഉണ്ട്. പക്ഷെ അതിലും കൂടുതൽ നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് ഇൻഅറ്റൻഷൻ എന്നുള്ള ഇതിലാണ്. കെയർലെസ് ആവുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് വീണ് ഉടഞ്ഞു, അത് നമ്മുടെ അശ്രദ്ധ മൂലമാണെന്ന് നമ്മൾ പറയും, കെയർലെസ്നെസ് കൊണ്ടാണെന്ന് പറയും. പക്ഷെ അത് ഇൻഅറ്റൻഷൻ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അത് കെയർലെസ് ആയതുകൊണ്ടാണെന്ന് പറയും. ഇന്ന് നമ്മൾ ഈ അറ്റൻഷൻ ഡെഫിസിറ്റിനെ കുറിച്ചിട്ടാണ്, അതായത് ശ്രദ്ധ ഇല്ലായ്മ, ശ്രദ്ധക്കുറവ് എന്നൊക്കെ പറയാം. അപ്പം എന്താണ് ഈ അറ്റൻഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഈ പട്ടാളക്കാരോ അല്ലെങ്കിൽ NCCയിലോ ഒക്കെ കണ്ടിട്ടില്ലേ, പോലീസ് പരേഡിലൊക്കെ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അവർ നിൽക്കുന്നൊരു കാര്യമുണ്ട്. അതൊരു തരം ജാഗ്രത പുലർത്തലാണ്, ഒരു ജാഗ്രത. അവിടെ ഒരു ഏകാഗ്രതയൊക്കെ ഉണ്ടാകുന്നു, ഇല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ ജാഗരൂകത. ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടായി വരുന്നുണ്ട് ഈ അറ്റൻഷൻ ആയിട്ട് നിൽക്കുന്നു. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ പറയുക സ്റ്റാൻഡ് അറ്റ് ഈസ് എന്ന് പറയും, അല്ലേ? NCCയിലൊക്കെ പോയവർക്ക് അറിയാം, അറ്റൻഷൻ സ്റ്റാൻഡ് അറ്റ് ഈസ് എന്നുവെച്ചാൽ അതിലൊരു എന്നാ പിന്നെ ഒന്ന് അയഞ്ഞ് നിന്നേക്കുക എന്നുള്ളത്. നമ്മൾ ഇത്ര നേരം ജാഗ്രത പാലിച്ചു നിൽക്കുന്നു, ഇനി ഒന്ന് അയയുന്നു. അപ്പൊ ഈ അറ്റൻഷൻ, ഈ ജാഗ്രതയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ജാഗ്രത ഇല്ലായ്മയെ കുറിച്ച്. ഈ അശ്രദ്ധയെക്കുറിച്ച് ബോധവാനായിരിക്കുക എന്നാൽ ശ്രദ്ധാലുവായിരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. അശ്രദ്ധയെക്കുറിച്ച് ബോധവാനായിരിക്കുന്നത് ശ്രദ്ധാലുവായിരിക്കുക എന്ന അർത്ഥത്തിൽ തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും പൂർണ്ണമായും ശ്രദ്ധയോടെ ആരെയെങ്കിലും, എന്നെ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ആരെയെങ്കിലും പൂർണ്ണമായും ശ്രദ്ധയോടെയും കേൾക്കുമ്പോൾ വാക്കുകൾ മാത്രമല്ല, അതിലടങ്ങിയ വികാരത്തെയും കൂടിയാണ്, അതിലടങ്ങിയിട്ടുള്ള ഫീലിങ്സ് കൂടിയാണ് നിങ്ങൾ ഉൾക്കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കണം.
അതായത് ചുമ്മാ ഒരാൾ പറയുന്ന വാക്ക് നമ്മൾ ശ്രവിക്കുക എന്നുള്ളതല്ല. നമ്മൾ അയാളുടെ ആ വാക്കുകളിൽ ഉൾക്കൊള്ളുന്ന ഒരു വികാരം ഉണ്ടാവും, ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇതെല്ലാം നമ്മളിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ വേണം അത് ശ്രവിക്കാൻ എന്നുള്ളത്. അതും അത് ഭാഗികമായിട്ടല്ല, അത് മൊത്തത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് അത് ശ്രദ്ധ എന്ന ഇതിലേക്ക് എത്തുന്നത്. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ മീറ്റിംഗ് തന്നെ എടുക്കാം. ഈ മീറ്റിങ്ങിനകത്ത് അശ്രദ്ധയും ശ്രദ്ധയും ജാഗ്രതയും ജാഗരൂകതയും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഈ മീറ്റിങ്ങിനെ മാത്രം എടുത്തു വെച്ചിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പം ഇന്നത്തെ മീറ്റിംഗ് തുടങ്ങുമ്പോൾ നമ്മൾ ഒരു പ്രാർത്ഥന ചൊല്ലുന്നു. ഓക്കെ, നമ്മുടെ സോബ്രൈറ്റി പ്രാർത്ഥന. ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ എത്ര പേര് അതിലേക്ക് എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഇല്ലെങ്കിൽ ഈ പ്രാർത്ഥന ഒരാളായിരിക്കുമല്ല ചൊല്ലുന്നത്, അത് നമ്മൾ ഏറ്റു ചൊല്ലുന്നു. ഈ ചൊല്ലുന്നയാൾ എത്രമാത്രം ശ്രദ്ധയോടുകൂടിയാണ് ഈ പ്രാർത്ഥന ചൊല്ലുന്നത്. അതായത് കഴിയാവുന്നതും പ്രാർത്ഥന ചൊല്ലുമ്പോൾ അത് വേഗം കുറച്ച് ചൊല്ലുന്ന ആയിരിക്കും നന്നാവും. അപ്പോഴാണ് അതിൻ്റെ ആ കുറച്ചല്ലേ ഉള്ളൂ, ആകെ ഒരു കുറച്ച് വരികളേ ഉള്ളൂ. അതിലടങ്ങിയിട്ടുള്ള, ഞാൻ മുമ്പേ പറഞ്ഞു, അതിലടങ്ങിയിട്ടുള്ള ആ വികാരവും അതിൻ്റെ ഫീലിങ്സും അതിൻ്റെ സത്തയും അതിൻ്റെ കാമ്പും അതിൻ്റെ ഉള്ളടക്കവും എല്ലാം നമ്മളിലേക്ക് എത്തണം. അപ്പൊ ചൊല്ലുന്നയാൾ ശ്രദ്ധിക്കേണ്ടത് ഇതങ്ങ് ഒഴുക്കം മട്ടിൽ ഓടിച്ചിട്ട് ടോറോ എന്ന് പറഞ്ഞ് പോക്കല്ല. ഇതൊരു വലിയ കാര്യമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു മീറ്റിങ്ങിന്റെ തുടക്കത്തിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന ഒരു വലിയ കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടത്ര ശ്രദ്ധ നമ്മൾ കൊടുത്തിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് വേഗം കുറച്ച് നിർത്തി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഭയങ്കര. അല്ലാതെയും ചെയ്യാം, അല്ലാതെ നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു അങ്ങ് സ്പീഡിൽ അങ്ങ് പറഞ്ഞങ്ങ് പോവാം. പക്ഷേ ഈ ഞാൻ ഒരാൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന പ്രാർത്ഥന എനിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇത് ഏറ്റു ചൊല്ലുന്നവർക്കും ഉപകരിക്കണം എന്നുള്ള ഒരു ചിന്ത കൂടി ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ മനസ്സിലുള്ളത് വളരെ നന്നായിരിക്കും. ഞാൻ പറയുന്നത് ഈ നമ്മൾ ശ്രദ്ധാപൂർവമാണ് പ്രാർത്ഥന ചൊല്ലുന്നതെങ്കിൽ, ഏറ്റു ചൊല്ലുന്നതെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു റിസൾട്ട് അതിഭയങ്കരം തന്നെയായിരിക്കും. നമ്മുടെ ഉള്ളിലേക്ക് ഈ പ്രാർത്ഥനയുടെ എല്ലാം അങ്ങ് കയറി വരികയാണ്. നമ്മുടെ മുന്നിലൊരു പിക്ചർ തെളിയാണ്. അല്ലാതെ ഒരു എന്താ പറയുക, യാന്ത്രികമായിട്ട് നമ്മളത് ചൊല്ലി പോകുന്നതിൽ ഒരർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു ആചാരം അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനം പോലെ അങ്ങ് പറഞ്ഞു പോകുന്നതിൽ കാര്യമില്ല. നമ്മളിത് അവിടെ നിന്ന്, ഞാനതാ പറഞ്ഞ ശ്രദ്ധയുടെ കാര്യം പറയുമ്പം നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ തുടങ്ങാമെന്ന് തന്നെ വിചാരിച്ചത് അതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുഖവുര പറയുമ്പോൾ. നമ്മൾ മുഖവുര വായിക്കുന്ന, ഏയുടെ മുഖവുര വായിക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്താൽ അത് വായിക്കുന്ന ആൾക്കും അത് കേൾക്കുന്നവർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്നു. അവരിലേക്ക് എത്തണം. അതിനാണല്ലോ നമ്മൾ അത് വായിക്കുന്നത്. നമ്മളെ കേട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, മറ്റ് മെമ്പേഴ്സ്, അംഗങ്ങളുണ്ട്. അവരുടെ ഉള്ളിലേക്ക് അത് കയറി ചെല്ലണം എന്നുള്ളൊരു ഉദ്ദേശം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളത് അർത്ഥവത്തായ രീതിയിൽ നമ്മളത് വായിക്കുന്നു. അത് കേട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും പലതും വായിച്ചെടുക്കാൻ പറ്റുന്നു. വേണമെങ്കിൽ ചോദിക്കാം, എല്ലാ മീറ്റിങ്ങിനും ഇത് തന്നെയല്ലേ നമ്മൾ ചൊല്ലുന്നത്, അപ്പൊ അത് വിരസമാവില്ലേ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ ഈ ഒരു കാര്യം ഇത് വിരസമാവില്ല എന്നുള്ളതാണ്. നമ്മൾ ഷെയറിങ്ങിന് തുടങ്ങുമ്പോൾ, ഇപ്പതാ ഞാനും തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം ഉച്ചരിച്ച വാക്യം ഞാൻ മദ്യാസക്തനാണ് എന്നാണ്, അല്ലേ? ഇത് ഞാൻ ഒരാഴ്ചയിലൊരു
അഞ്ചോ ആറോ സ്ഥലങ്ങളിൽ പോയിട്ട് മീറ്റിങ്ങിനൊക്കെ പോകുമ്പം പറയുന്ന ഒരേ വാക്യം തന്നെയാണ്, ഞാനൊരു മദ്യാസക്തനാണ് എന്ന് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. അതെനിക്ക് വിരസമായി തോന്നുന്നില്ല, കാരണം അത് എന്നെ മതിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇത് ഞാൻ അങ്ങോട്ട് എന്നും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം, ഞാൻ മറക്കാൻ പാടില്ല ഞാനൊരു മദ്യാസക്തനാണ് എന്ന വാസ്തവം. ഇത് മറന്നാൽ തീർന്നു, എൻ്റെ സുബോധം ഇല്ലാണ്ടാവുകയാണ്. ഞാനൊരു മദ്യാസക്തനാണെന്ന് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എപ്പോഴും എല്ലാ മീറ്റിങ്ങിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വിരസമാവില്ല ഒരിക്കലും, കാരണം അതാണ് വാസ്തവം. അതാണ് നമ്മൾ എപ്പോഴും ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രണം പോലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം. നമ്മൾ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെയും അതീവമായ ശ്രദ്ധ ആവശ്യമാണ്. ഞാൻ മദ്യാസക്തൻ, ഞാനൊരു അമിത മദ്യപാന രോഗി എന്നെല്ലാം നമ്മൾ ഓരോ തവണ ഉച്ചരിക്കുമ്പോഴും നമ്മൾ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ഞാൻ ആരാണ് എന്നുള്ള കാര്യം. ഈ മറവി എന്ന് പറയുന്നത് എല്ലാ മദ്യാസക്തരെയും ബാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ശാസ്ത്രീയമായി തന്നെ പഠിച്ചവർ പറഞ്ഞ കാര്യമാണ്. അതായത് നമ്മുടെയൊക്കെ മദ്യപാനം കൊണ്ട്, നിരന്തരമായ തുടർച്ചയായിട്ടുള്ള മദ്യപാനം കൊണ്ട് നമ്മുടെ എല്ലാം ബ്രെയിൻ സെൽസ്, പ്രത്യേകിച്ച് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ പ്രീ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയും, നമ്മുടെ എന്താ പറയുക, ചെവിക്ക് മേലെയുള്ള ചെന്നി എന്നൊക്കെ പറയുന്ന സ്ഥലം, അതിൻ്റെ ഒരു അല്പം മുകളിലായിട്ടുള്ള ഒരു സ്ഥലത്ത് ആണ് ഈ ഓർമ്മ കിടന്നിട്ട്, ബ്രെയിനിൽ ഓർമ്മയുടെ ഒരു സ്ഥാനം അവിടെയാണ്. അതിനൊക്കെ നല്ല പരിക്ക് പറ്റിയവരാണ് നമ്മൾ. അതുകൊണ്ടാണ് പല മദ്യാസക്തരും എപ്പോഴും പറയുന്നൊരു കാര്യം, ഭയങ്കര ഓർമ്മ പശുണ്ട്, മറവിയുണ്ട് എന്നൊക്കെ നമ്മൾ എപ്പോഴും ഷെയറിങ്ങിലൊക്കെ കേൾക്കുന്ന കാര്യം. അതിൽ ഒരുപാട് വാസ്തവമുണ്ട്. നമ്മുടെയൊക്കെ ഈ മെമ്മറിയൊക്കെ അടിച്ചു പോയ കൂട്ടരാണ്. അപ്പൊ അങ്ങനെ വരുമ്പം ഞാനൊരു മദ്യാസക്തനാണ് എന്നുള്ളതും മറക്കാൻ സാധ്യതയുണ്ട്, അല്ലേ? അത് മറക്കാതിരിക്കാനാണ് എപ്പോഴും എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴും, മുഖവരി ആയാലും പടികളായാലും പാരമ്പര്യങ്ങളായാലും പിന്നെ എന്തൊക്കെയാ നമ്മൾ പറയുക, വാഗ്ദാനങ്ങളായാലും അല്ലെങ്കിൽ പ്രസ്താവനകളായാലും ഒക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇതൊന്നും മറക്കാൻ പാടില്ല. ഒരു ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മദ്യാസക്തന് ഇത് അവൻ്റെ വേദവാക്യം പോലെ എപ്പോഴും അവൻ്റെ കൂടെ സഞ്ചരിക്കേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉത്തരവാദിത്ത പ്രാർത്ഥന, പ്രതിജ്ഞ, അത് നമ്മൾ എപ്പോഴും ചൊല്ലുന്നൊരു കാര്യമാണ്. ഇത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നിലനിൽപ്പിന്റെയും കൂടെ ഒരു കാര്യം. ഇതിന്റെ മുന്നോട്ടുള്ള പോക്കിന്റെ ഒരു അത്യാവശ്യ ഘടകമാണ്. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും സഹായത്തിന് അഭ്യർത്ഥിച്ചാൽ എയുടെ സഹായ ഹസ്തങ്ങൾ എല്ലായ്പ്പോഴും അവിടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം അത്രയും സ്പഷ്ടമായിട്ടാണ് നമ്മൾ ആ പ്രസ്താവനയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതിൻ്റെ ചരിത്രമുണ്ട്. 1965 ഈ നമ്മുടെ ഈ ഉത്തരവാദിത്ത പ്രസ്താവന ഇറങ്ങുന്നത്. 1965 അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു അന്തർദേശീയ കൺവെൻഷൻ ടൊറോണ്ടോ, കാനഡയിലെ ടൊറോണ്ടോയിൽ വെച്ച് നടന്ന ഒരു കൺവെൻഷൻ. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഉത്തരവാദിത്ത പ്രസ്താവന ആദ്യമായിട്ട് പുറത്തേക്ക് വരുന്നത്. ആ കൺവെൻഷന്റെ തീം തന്നെ ഇതായിരുന്നു, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം എന്നുള്ളതായിരുന്നു ആ കൺവെൻഷന്റെ തീം തന്നെ. ഇനി നമ്മൾ ഈ ശ്രദ്ധ എന്ന് പറയുന്നത്, ആ വാക്ക് നമ്മൾ മൂന്നാം പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് 12x12 എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ടല്ലോ, അതിൽ ഒരു സ്ഥലത്ത് അത് പരാമർശം വരുന്നു. എന്തായിരുന്നു മൂന്നാം പാരമ്പര്യം? കുടി നിർത്തണം എന്ന ആഗ്രഹം മാത്രമാണ് എയിൽ ചേരാനുള്ള ഒരേ ഒരു യോഗ്യത എന്നുള്ള ആ മൂന്നാമത്തെ പാരമ്പര്യത്തെ അങ്ങ് വിപുലമായിട്ട് അതിനെക്കുറിച്ചിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്ന ആ പേജിലുണ്ട്. ഇതാണ് പുസ്തകത്തിൽ പറയുന്ന കാര്യം. അത് ശ്രദ്ധിച്ച് കേട്ടോ.
ഞങ്ങൾ സമീപിച്ച ഒരു മദ്യപാനിയും ഞങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ നൽകിയില്ല. നമ്മളൊക്കെ 12ാം പടിക്ക് പോകുമ്പോൾ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യം. നമുക്ക് പറയുന്ന കാര്യങ്ങളോട് ആ അവസ്ഥയിൽ അവന് ശ്രദ്ധ നൽകാൻ സാധിച്ചോളണമെന്നില്ല. അതിൽ നമ്മൾ നിരാശരാവേണ്ട കാര്യവുമില്ല. അതാണ് ബില്ല് ഇവിടെ പറയുന്നത്. ഞങ്ങൾ സമീപിച്ച ഒരു മദ്യപാനിയും ഞങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ നൽകിയില്ല. അടുത്ത വരികളാണ് വളരെ കാവ്യാത്മകമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഞങ്ങളോടൊപ്പം ചേർന്നവരിൽ ഭൂരിഭാഗം പേരും, വാസ്റ്റ് മെജോറിറ്റി, കൊടുങ്കാറ്റിൽ ആടിയുലയുന്ന മെഴുതിരി നാളങ്ങളായിരുന്നു. ഇത്ര പോയറ്റിക് ആയിട്ടാണ് ആ വാക്ക്. ഞങ്ങളോടൊപ്പം ചേർന്നവരിൽ ഭൂരിഭാഗം പേരും കൊടുങ്കാറ്റിൽ ആടിയുലയുന്ന മെഴുകുതിരി നാളങ്ങളായിരുന്നു. ഇംഗ്ലീഷിൽ അത് പറയുന്നത് ഫ്ലിക്കറിംഗ് കാൻഡിൽസ് ഇൻ എ വിൻഡ് സ്റ്റോം. നമ്മുടെ ശ്രദ്ധയും നമ്മുടെ അറ്റൻഷനും ഇതുപോലെ തന്നെയാണ്. കൊടുങ്കാറ്റിൽ ആടിയുലയുന്ന മെഴുകുതിരി നാളങ്ങളായിട്ട് തന്നെ നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ചിത്രീകരിക്കാം. എപ്പോഴും ഏത് സമയത്തും അത് പോകാൻ സാധ്യതയുണ്ട്, അണഞ്ഞു പോകാൻ സാധ്യതയുള്ള മെഴുകുതിരി നാളം പോലെ. ഈ കൊടുങ്കാറ്റിൽ ആടിയുലയുന്ന മെഴുകുതിരി നാളം, ഇതിനെ നമുക്ക് ഒന്നോടെ ഒന്ന് നമ്മളുടെ വിഷയമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാം. ഈ കൊടുങ്കാറ്റിനെ തടഞ്ഞു നിർത്താൻ നമുക്കാവില്ല. ഓക്കെ, കൊടുങ്കാറ്റിനെ നമ്മളായിട്ട് വിചാരിച്ചാലൊന്നും അതിനെ ഒന്നും തടയാനൊന്നും സാധിക്കത്തില്ല. അത് ഇങ്ങനെ കാണാം, അത് മാറ്റുവാൻ പറ്റാത്ത കാര്യമാണ്. ഓക്കെ, മറിച്ച് ഈ മെഴുകുതിരി നാളം അണയാതെ സംരക്ഷിക്കാനാകും നമുക്ക്. അത് മാറ്റുവാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ ആ മെഴുതിരി നാളത്തിൽ നമ്മളൊരു കൈത്താങ്ങ്, ഒരു കൈയൊന്ന് അണച്ചു പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കത്തൽ അവിടെ നടന്നുകൊണ്ടിരിക്കും, അത് അണയത്തില്ല. ഓക്കെ, ഇത്രയും കൂടെ എന്ന് പറഞ്ഞ് ഇതിലേക്ക് നമുക്ക് കൂടുതൽ പ്രവേശിക്കാം. അതായത് ഈ അശ്രദ്ധയെ പറ്റി പറയുമ്പം ഇങ്ങനെയൊന്ന് സങ്കല്പിച്ചു നോക്കും. നമ്മുടെ കയ്യിൽ നിന്നും ഒരു കാര്യം നഷ്ടപ്പെടും. അത് എന്തെങ്കിലും, ഫോണാണല്ലോ അല്ല എപ്പോഴും നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം. ഇപ്പോൾ നമ്മുടെ ഹാൻഡ് ഫോണ് അല്ലെങ്കിൽ മൊബൈൽ ഫോണ് അത് അങ്ങ് നഷ്ടപ്പെടും. നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അതിൻ്റെ മൂല്യം മനസ്സിലാക്കുന്നത്. നിങ്ങളിതിനെ നമ്മൾ കുടിച്ചു നടന്നൊരു കാലത്തെ പറ്റിയൊന്ന് ആലോചിച്ച് നോക്കൂ. ആ കാലമായിട്ട് ആ സമയത്ത് നമ്മളടുത്ത് നിന്ന് നഷ്ടപ്പെട്ടത് നമ്മുടെ സുബോധാവസ്ഥയാണ് പോയി കിട്ടിയത്. നിരന്തരമായിട്ടുള്ള കുടി കാരണം നമുക്ക് ഒരു ബോധവും ഇല്ല, ഒരു പൊക്കണവും ഇല്ലാതെ നമ്മൾ അലഞ്ഞു നടന്ന ആൾക്കാർ. അത് നമുക്ക് നഷ്ടപ്പെട്ട സുബോധം എന്ന് കൂട്ടിക്കുക ആ ഫോൺ. ഒരു സുപ്രഭാതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട ആ ഫോൺ അല്ലെങ്കിൽ ആ സുബോധം തിരിച്ചു കിട്ടുകയാണ്. ഓക്കെ, നമ്മളെല്ലാം ഫോണ് തിരിച്ചു കിട്ടിയ, നഷ്ടപ്പെട്ട ഒരു ഫോണ് തിരിച്ചു കിട്ടിയ ആൾക്കാരാണ്. അപ്പം നമുക്കുണ്ടാകുന്നൊരു ഒരു 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 സന്തോഷം ചില്ലറയൊന്നല്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖങ്ങൾ ചില്ലറയൊന്നല്ല. സമാധാനം, നമ്മൾ ഒരുപക്ഷെ ആദ്യമായിട്ടൊക്കെ സമാധാനം എന്താണെന്ന് പോലും അറിയുന്നത് ഈ സുബോധ ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ്. അവിടെയാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് വീണ്ടും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുബോധത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധ അപകടകരമാണ് എന്ന് പറയുന്നത്. സുബോധത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധ, ഇനറ്റൻഷൻ അപകടകരമാണ്. നമുക്ക് ലഭിച്ചൊരു അനുഗ്രഹമാണ് ഈ സുബോധം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ പറയാം. അല്ലാതെ ഭാഗ്യം എന്നൊക്കെ പറയുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവില്ല. കാരണം ഭാഗ്യം എന്ന് പറയുന്നത് നമ്മളൊരു ലോട്ടറി എടുത്തിട്ട് ഒരു 10-50,000 രൂപ കിട്ടുന്നതൊക്കെ ഒരു ഭാഗ്യം എന്ന് കിട്ടും. പക്ഷേ സുബോധം നമുക്ക് ലഭിച്ചു എന്ന് പറയുന്നത് അത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്പം അനുഗ്രഹങ്ങളോട് ഒരിക്കലും
അശ്രദ്ധ കാണിക്കരുത് എന്നാണ് പറഞ്ഞു വന്നത്. അനുഗ്രഹങ്ങളോട് ഒരിക്കൽ പോലും അശ്രദ്ധ കാണിക്കരുത്. അത് പുറംകാലം കൊണ്ട് തട്ടിക്കളയാനുള്ളതല്ല. എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഒരു കാര്യമല്ലത് ഈ സുബോധം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ, അല്ലേ? അപ്പൊ അത് നമ്മൾ പൊന്നുപോലെ കൊണ്ട നടക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്, നമ്മുടെ ആവശ്യമാണത്. ഇനി ഈ നിരന്തര മദ്യപാനം മൂലം നമ്മുടെ പല ശേഷികളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ 3 കാര്യം മാത്രം ഇവിടെ എടുത്ത് സംസാരിക്കും. ഈ മദ്യപാനം മൂലം കുഴപ്പത്തിലായെന്ന് കൂട്ടിയാണ്, കുഴപ്പത്തിലായ ഒരു 3 ശേഷികളെ കുറിച്ച് നോക്കാം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്ന് ഏകാഗ്രതയാണ്. നമുക്ക് ഫോക്കസിങ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്നൊക്കെ പറയത്തില്ലേ, ഏകാഗ്രത. അതാണ് ഒരു ശേഷി. ഇതൊക്കെ മനുഷ്യനുള്ള ശേഷികളാണ്. പക്ഷെ മദ്യപാനം മൂലം നമ്മളെപ്പോലുള്ള ഹതഭാഗ്യർക്ക് അത് കുഴപ്പത്തിലായിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കാനുള്ളൊരു ശേഷി, ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ, അതും കുഴപ്പത്തിലായ കാര്യമാണ്. പിന്നെ ഉള്ളത് ഒരു പ്രതികരണ ശേഷി, നമ്മളെ എന്തിനോടെങ്കിലും റിയാക്ട് ചെയ്യുന്നതിനുള്ള ഒരു കഴിവ്. അപ്പോൾ പ്രതികരണശേഷിയും തീരുമാനശേഷിയും ഏകാഗ്രതയും നമ്മുടെ കുഴപ്പത്തിലായ 3 ശേഷികളാണ്. ഇത് കുറവോ കൂടുതലുമല്ല, അങ്ങനെയൊന്നും അല്ല നമ്മൾ കാണുന്നത്. ഇത് കുഴപ്പം പിടിച്ചുപോയി ഇതിന്. അത് സുബോധ കാലാവസ്ഥയിൽ, ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥയിൽ ഈ ശേഷിക്കുറവ് എന്ന് തന്നെ പറയാം. അത് തെറ്റിദ്ധരിക്കണ്ട, ആ ഭാഷ വേറെ അർത്ഥത്തിലാണ് ഇപ്പം പറയപ്പെടുന്നത്, അല്ലേ? ഈ ഏകാഗ്രതയിലുള്ള ശേഷിക്കുറവ്, തീരുമാനം എടുക്കാനുള്ള ശേഷിക്കുറവ്, പ്രതികരണ ശേഷിക്കുറവ്, ഇതെല്ലാം നമ്മുടെ സുബോധത്തിൽ ഇത് അശ്രദ്ധയിലേക്ക് നയിക്കുന്ന ഘടകങ്ങളായിട്ട് കണക്കാക്കാം. നമുക്ക് ഇനി ഓരോന്നും എടുത്ത് പരിശോധിക്കാം. അതായത് നമ്മളെ ജീവിതത്തിലേക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്ന ആ കാര്യം പെട്ടെന്ന് തിരിക്കാൻ പാകത്തിൽ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഈ ഏകാഗ്രത നമുക്ക് ഉപകാരം ചെയ്യുന്നത്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം. അത് തന്നെയാണ് നമ്മളെ പടികളിൽ പറയുന്നത്, പ്രാർത്ഥന, ധ്യാനം എന്ന് പറയുന്നത്. ആ ധ്യാനമൊക്കെ നമ്മുടെ ഏകാഗ്രത തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് ഒരുപാട് കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യുന്ന ജോലിയോട് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതാണ് ഏകാഗ്രത. അപ്പം ഈ സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എത്രമാത്രം നമുക്ക് ഓരോ ആൾക്കാർക്കും ശ്രദ്ധിക്കാൻ സാധിക്കുന്നു, അവനവനോട് ചോദിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ചെയ്യുന്ന ജോലികളോട് നമുക്ക് എത്രമാത്രം ശ്രദ്ധ പുലർത്താൻ സാധിക്കുന്നു? കാരണം നമുക്ക് ചുറ്റുമുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ട്രാക്ഷൻസ്, ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഇന്ദ്രിയ അനുഭവങ്ങളായിട്ട് തന്നെ തിരിക്കാം. അതായത് പല പല കാഴ്ചകൾ, അല്ലേ? നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നടക്കുന്ന പല പല കാഴ്ചകൾ, ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ ഏകാഗ്രതയെ ഇല്ലാതാക്കാനായിട്ട്, നമ്മുടെ ശ്രദ്ധ തിരിക്കാനായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കാഴ്ചകൾ. അതുപോലെ ശബ്ദങ്ങൾ, നമ്മൾ കേൾക്കുന്ന ഒരുപാട് ശബ്ദങ്ങൾ, പിന്നെന്താ, പിന്നെ ഈ ഗന്ധങ്ങൾ, ഇല്ലേ? പല പല മണങ്ങൾ, ഇതെല്ലാം ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളാണ്. സ്പർശങ്ങൾ, ആ സ്പർശം വരെ നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. രുചികൾ, ഇത് ഇന്ദ്രിയ അനുഭവങ്ങളായിട്ട് നമുക്ക് കാണാം. നമുക്ക് പഞ്ചേന്ദ്രിയം എന്നാണല്ലോ പറയുന്നത്. ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെ കിട്ടുന്ന കാഴ്ച, ശബ്ദം, ഗന്ധം, സ്പർശം, രുചി, ഇതെല്ലാം നമ്മുടെ ഏകാഗ്രതയെ ശ്രദ്ധ തിരിപ്പിക്കുന്ന കാര്യങ്ങളാണത്. ഇത് നമ്മുടെയൊക്കെ ചുറ്റും ഉണ്ട് താനും. ഇതിനൊന്നും നമുക്ക്, ഇതൊക്കെ മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മാറുന്നു. പിന്നെ ഇതൊന്നും പോരാണ്ട് നമ്മുടെ തലയ്ക്കകത്ത് കയറി വരുന്ന
ചിന്തകൾ. അത് ഇതിലൊന്നും പെടാത്തൊരു സാധനമാണ്. നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലയ്ക്കകത്തേക്ക് കയറി വരുന്ന ഒരു കാര്യമില്ലാതെ പല ചിന്തകളും കയറി. ഇതും നമുക്ക് നമ്മുടെ ഒരു മീറ്റിംഗ് പ്ലേസിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് നോക്കാം. ഞാൻ അതിനെ പ്ലേസ് ചെയ്യുന്നത്, അവിടെ കൊണ്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പരിചിതമായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ അതിനെ ഒരു ഉദാഹരണമായിട്ട് എടുക്കുമ്പം നമുക്ക് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാവും കാര്യം. അതുകൊണ്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ആയിട്ടും അല്ലെങ്കിൽ മീറ്റിംഗ് ഹാളുമായിട്ടും ഒക്കെ ബന്ധപ്പെടുത്തി സംസാരിക്കുന്നത്. അതെ, നമ്മളിപ്പോൾ മീറ്റിങ്ങിന് ഇരിക്കുകയാണ്. നമുക്കൊരു ആള് ഷെയർ ചെയ്യുന്നത് നേരാവണ്ണം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. ഒരാള് അവിടെ നിന്നുകൊണ്ട് ചങ്കുപൊട്ടി പങ്കുവെക്കുകയാണ് അയാളുടെ അനുഭവങ്ങൾ. അത് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളെ ഈ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത്, ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞു പഞ്ചേന്ദ്രിയങ്ങളുടെ കാര്യം പറഞ്ഞു, അത് ഇവിടെയും സംഭവിക്കുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് അയാൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പം അയാൾ ഇട്ടിരിക്കുന്ന ഷർട്ടിലേക്കായിരിക്കും ചിലപ്പോൾ നമ്മളെ ശ്രദ്ധ പോകുന്നത്. ശ്രദ്ധ പോവുക, അയാൾ പറയുന്ന കാര്യമല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത്. അയാൾ ഇട്ടിരിക്കുന്ന കുപ്പായം, നല്ല മിനുക്ക് ഉള്ളൊരു കുപ്പായം, ഇത് അയാൾ എവിടെ നിന്ന് വാങ്ങിയതായിരിക്കും ചിന്ത അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഇയാൾ പറയുന്നതിൽ നിന്ന് നമ്മളെ ശ്രദ്ധ വ്യതിചലിച്ചു. പിന്നെ ചിലപ്പോൾ അടുത്ത നമ്മളെ ഷെയറിങ് ചെയ്യുന്ന മീറ്റിംഗ് സ്ഥലത്തിന്റെ അടുത്തുനിന്ന് എവിടുന്നെങ്കിലും ഒരു പാട്ടൊക്കെ കേട്ട് നിൽക്കും. നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് ഇതേ കേൾക്കും. അടുത്ത കടയിൽ നിന്ന് ഒരു പാട്ട് കേൾക്കുമ്പോൾ വീണ്ടും നമ്മളെ ശ്രദ്ധ അങ്ങ് മാറിപ്പോവുക, ശ്രദ്ധ തിരിയുകയാണ്, ഡിസ്ട്രാക്റ്റഡ് ആവുകയാണ് നമ്മൾ. അല്ലെങ്കിൽ തൊട്ടടുത്തൊരു ഹോട്ടലിൽ നിന്ന് നല്ല ബീഫ് ഫ്രൈൻ്റെ മണം ഇങ്ങനെ പൊന്തി വരുന്നു, നമ്മുടെ ശ്രദ്ധ വീണ്ടും പോവുകയാണ്. നമ്മളെ ശ്രദ്ധ ഇയാൾ പറയുന്നതിൽ നിന്നും ബീഫ് ഫ്രൈയുടെ ഗന്ധത്തിലേക്ക് മാറിപ്പോകുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന കസേര, ചിലപ്പോൾ പല ഇരുമ്പിന്റെ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു തണുപ്പൊക്കെ അതിൽ നിന്ന് വരും. ഇതൊരു സ്പർശത്തിന്റെ ഒരു ഭാഗമാണ്. ആ കസേരയിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു തണുപ്പ്, അതിലേക്കാവുന്നു നമ്മളെ ശ്രദ്ധ. ഇതൊരു കസേരയാണ്, തണുത്തിട്ട് വയ്യല്ലോ, ശ്രദ്ധ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രുചിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, നമ്മൾ മീറ്റിങ്ങിന് വരുന്നതിന് തൊട്ട് മുന്നേ കഴിച്ച ഒരു മസാല ദോശ ആയിക്കോട്ടെ, ഒരു മസാല ദോശയുടെ രുചി വായിലിരിപ്പുണ്ട്, അത് നന്നായിട്ടുണ്ട്, ദോശ നല്ല രസമുണ്ട്, നാളെ അവിടെ തന്നെ പോയി കഴിക്കണം എന്നൊക്കെയുള്ള ചിന്തകളും അതിൻ്റെ കൂടെ കയറി. ഇതൊക്കെ ഇന്ദ്രിയങ്ങൾ സൃഷ്ടിക്കുന്ന അശ്രദ്ധകളാണ്. ചിന്തയുടെ കാര്യം പറയേ വേണ്ട, അത് ഏത് വഴിക്കും പോവാം. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ചില്ലയിലിരിക്കുന്ന കുരങ്ങനെ പോലെയാണ് നമ്മളെ ചിന്തകൾ. ചാടി 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 കളിക്കും, ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക്, അടുത്ത ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക്, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ചിന്തയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അയ്യോടാ 8 മണിക്ക് മീൻകാരൻ കൂട്ടിപ്പോവല്ലോ, അതിനു മുമ്പ് എനിക്ക് മീൻ വാങ്ങാൻ പറ്റും. ഒരു ചിന്തയാണത്, ഒരു കുഞ്ഞി കാര്യമാണ്. പക്ഷേ ഇത് എവിടെയാണ്, എപ്പോഴാണ് ആ ചിന്ത കയറി വരുന്നത്? ഒരു മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് അയാളുടെ വിഷമങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്ന ചിന്തകളാണിത്. അല്ലെങ്കിൽ പുതിയൊരു പടം വന്നിട്ടുണ്ട്, സെക്കൻഡ് ഷോന് പോയാൽ ടിക്കറ്റ് കിട്ടുമോ, അടുത്ത ചിന്ത കയറി. അല്ലെങ്കിൽ ഇവിടെ നാളെയാണല്ലോ ലോൺ അടയ്ക്കേണ്ട അവസാനത്തെ തീയതി, ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നു, പേഴ്സിലാണെങ്കിൽ 5ന്റെ കാശില്ല, ഇത് അടുത്ത ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ വന്നിട്ട് നമ്മളെ ബോംബ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ. അച്ഛൻ്റെ ഗുളിക തീർന്നു, അത് അടുത്ത ചിന്ത. വേണമെങ്കിൽ ഇതും വരും, അയ്യോ കോണ്ടം വാങ്ങിയോ. അതൊക്കെ നമ്മളെ മീറ്റിംഗ് ഹാളിൽ ഇരിക്കുമ്പം വരുന്ന ചിന്തകളൊക്കെയാണ്. പക്ഷെ ഇതുകൊണ്ട് പറ്റിപ്പോകുന്നത് അശ്രദ്ധയാണ് അവിടെ സംഭവിക്കുന്നത്. എന്തിനോട്? ഒരു മനുഷ്യൻ അവിടെ വളരെ ആത്മാർത്ഥമായിട്ട് അയാൾ ഉള്ളു തുറന്നിട്ട് ചങ്ക് പൊട്ടി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വക ചിന്തകളെല്ലാം നമ്മളെ കയറി മതിക്കുന്നത്, നമ്മുടെ ശ്രദ്ധയെ അലങ്കോലപ്പെടുത്തുന്നത്. അതാണ് അശ്രദ്ധ എന്ന് പറയുന്ന ഒരു കാര്യം. അശ്രദ്ധ ഒപ്പിക്കുന്ന ഓരോ പരിപാടികളാണ്. ഇതൊന്നും അല്ലെങ്കിൽ വേറെയും ചിന്തകൾ, ഞാനൊക്കെ ആദ്യകാലത്ത് എനിക്ക് ഷെയറിങ്ങിന് മീറ്റിംഗ് പ്ലേസിൽ പോയിരിക്കുമ്പോൾ ഉണ്ടായി വരുന്ന ചിന്തകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതായിരുന്നു, ഇന്ന് ഞാൻ എന്താണ് ഷെയർ ചെയ്യേണ്ടത്. ഇത് പലർക്കും ഉണ്ടാകുന്നൊരു ചിന്തയാണ്. നമ്മൾ മീറ്റിങ്ങിന് പോയിരിക്കുമ്പം വേറൊരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലയിൽ കൂടെ
ഓളം തള്ളുന്ന ചിന്ത ഇതായിരിക്കും, ഞാനിന്ന് എന്താ ഷെയർ ചെയ്യുക, എങ്ങനെയാണ് കേൾവിക്കാരെ ഒന്ന് ഇമ്പ്രസ് ചെയ്യുക. ആദ്യകാലത്ത് എനിക്കതൊരു വലിയൊരു പ്രശ്നമായി മാറിയതാണ്. ഞാൻ പറയുന്നത് കേട്ട ആൾക്കാർക്ക് ഇഷ്ടാവണം എന്നുള്ളൊരു ഒരു ആഗ്രഹമല്ല, ഒരു ആവശ്യമായിട്ട് അത് മാറി. അതായത് നമ്മൾ പറയത്തില്ലേ, ഈ പറഞ്ഞ എന്താ ഈ തള്ളുക എന്നൊക്കെ പറയില്ലേ പുതിയ പിള്ളേരുടെ ഭാഷയിൽ, അങ്ങനത്തെ തള്ളലുകൾ എന്താ പറയേണ്ടതെന്നുള്ളതിനെ പറ്റി വരെ ചിന്തിച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാൽ ഇപ്പൊ അത് ആലോചിക്കുമ്പോൾ എന്തോരം അല്പത്തരാന്ന് തോന്നുന്നുണ്ട് അതിപ്പം. പക്ഷെ ആദ്യകാലത്തൊക്കെ അത് ഒരു ഗമയുടെ ഭാഗം, ആളാവാനായിട്ടൊക്കെയുള്ള ഭാഗം ഒക്കെ ആയിരുന്നു. ഇതെല്ലാം മറ്റൊരാൾ ഷെയർ ചെയ്യുന്ന സമയത്താണ് ഈ ചിന്ത എൻ്റെ തലയിലൂടെ ഓടിക്കളിക്കുന്നത്. എന്താ ഷെയർ ചെയ്യുക, എങ്ങനെ ആൾക്കാരെ ഒന്ന് പിടിച്ചിരുത്തും, ഇംപ്രസ് ചെയ്യിക്കണം, ആളാവണം, ഈ വക കാര്യങ്ങളും എല്ലാ സമയത്തും നഷ്ടപ്പെടുന്നത് എന്താന്നുള്ളതാണ്. നമ്മുടെ അശ്രദ്ധ കാരണം നമുക്ക് നഷ്ടപ്പെടുന്നത് ആ കേട്ടിട്ട് ആ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും അതാണല്ലോ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതൊന്നും തലയിൽ കയറാതെയാവുന്നു. അവിടെയാണ് അശ്രദ്ധ കിടന്ന് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് അറ്റൻഷൻ ഇല്ലായ്മ എന്ന് പറയുന്നത്. നമുക്ക് പറ്റുന്നില്ല, നമുക്ക് ഈ ഏകാഗ്രത നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതിനൊരു സിമ്പിളായിട്ടൊരു സൊല്യൂഷൻ ഉണ്ട് കേട്ടോ. ഇത്രയും ചോദിച്ചാൽ മതി. ഇത് ഞാൻ പ്രയോഗിച്ചിട്ടുള്ള പിൽക്കാലത്ത് ഇങ്ങനെയൊക്കെ തലയ്ക്കകത്ത് ഇങ്ങനത്തെ അശ്രദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചിന്തകളൊക്കെ കയറി വരുമ്പം ഷെയറിങ് പ്ലേസിൽ നിന്ന്, ഞാൻ മീറ്റിംഗ് പ്ലേസിൽ നിന്ന് എന്നോട് തന്നെ ചോദിക്കുന്നൊരു കാര്യം, ഞാൻ എന്തിനാണ് ഈ മീറ്റിങ്ങിന് വന്നത്, എന്താണ് എൻ്റെ ആവശ്യം? അപ്പം ഉത്തരം വരുന്നുണ്ട്, അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പങ്കുവെക്കാനാണ് ഞാൻ മീറ്റിങ്ങിന് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവർ പങ്കുവെക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആണ് ഞാൻ മീറ്റിംഗ് വന്നത്. പക്ഷേ അവിടെ ഒരു കാര്യം ഞാൻ മിസ്സായി. മറ്റുള്ളവർ പങ്കുവെക്കുന്നത് കേൾക്കാനാണ് ഞാൻ മീറ്റിങ്ങിന് വന്നത് എന്ന് കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നും. പക്ഷെ അതിലൊരു ശരികേടുണ്ട്. ആ ശരികേടാണ് ഒരു വാക്കിന്റെ അഭാവം. ആ വാക്കാണ് ശ്രദ്ധ എന്നുള്ളത്. മറ്റുള്ളവർ പങ്കുവെക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനാണ് ഞാൻ ആ മീറ്റിങ്ങിൽ വന്നത്. അതാ വ്യത്യാസം. കേൾക്കുകയും ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുന്നത് തമ്മിലുള്ള വ്യത്യാസം. നമ്മളെപ്പോഴും പറയും, സുബോധം നിലനിർത്തുക മാത്രം ചെയ്താൽ പോരാ, ലഭിച്ച സുബോധം നമ്മൾ പകർന്നു നൽകുക കൂടി വേണം എന്ന് പറയും. നമ്മളതാണല്ലോ നമ്മുടെ പ്രാഥമിക ലക്ഷ്യം ആയിട്ട് കണക്കാക്കുന്നത്. പ്രാഥമിക ലക്ഷ്യം അതാണെങ്കിൽ ഈ പ്രാഥമിക ലക്ഷ്യത്തോട് അശ്രദ്ധ കാണിക്കുക എന്ന് പറയുന്നത് അപകടകരമാണ്, സംശയമില്ല. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം. എന്തായിരുന്നു നമ്മൾ പറഞ്ഞു വന്നത്? തീരുമാനശേഷി അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി. വേണോ വേണ്ടയോ, ഇതാണല്ലോ ഒരു ചാഞ്ചാട്ടം എന്ന് നമ്മൾ പറഞ്ഞു. ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു ചാഞ്ചാട്ടം. ഇത് പൊതുവേ നമ്മളെല്ലാം കണ്ടുവരുന്ന ഒരു സ്വഭാവം. ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് കുറച്ച് സമയം ഒരു രണ്ട് മനസ്സിൽ കിടന്ന് കളിക്കും. അതാണ് ചാഞ്ചാട്ടം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേണോ വേണ്ടയോ, അവിടെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കും. അതല്ലാതെ തീരുമാനം എടുക്കാനായിട്ട് പുറത്തോന്ന് ഈ തീരുമാനം എടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് നമ്മൾ എടുത്തുചാട്ടം എന്ന് വേണമെങ്കിൽ വിളിക്കും. എടുത്തു ചാടി ഒരു തീരുമാനം അങ്ങ് എടുത്തേ. ഇത് രണ്ടും കുഴപ്പം പിടിച്ച കേസുകളാണ്. അല്പം ആലോചനയോടുകൂടി ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് ശരി. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ നടന്നൊരു വഴക്ക്, വീട്ടിനകത്ത് ഇന്നലെ നടന്ന ഒരു വഴക്ക്. പ്രശ്നം ഇത്രയേ ഉള്ളൂ, കെട്ടിയോക്ക് അവളുടെ വീട്ടിൽ പോകണം. ഓക്കെ, അപ്പം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, എന്തായിരുന്നു ആ വഴക്കിന്റെ കാരണം? കെട്ടിയോക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു, അത് ഒന്നും രണ്ടും പറഞ്ഞു മുട്ടൻ വഴക്കായി മാറി, അടിപിടി ലഹളയായി. എന്തായിരുന്നു അതിൻ്റെയൊക്കെ കാരണം? അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, എൻ്റെ ഭാഗത്തെ തെറ്റെന്താണ്? എന്നിട്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് തലയിലേക്ക് ഈ സൽബുദ്ധി കയറി വരും. അതാണ് ആലോചനയിലൂടെ നമ്മുടെ ഈ ചാഞ്ചാട്ടവും അല്ലെങ്കിൽ എടുത്തുചാട്ടവും ഒക്കെ മാറിക്കിട്ടുന്നുള്ളത്. നമുക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാവും, അവക്കും ഇല്ലേ കുടുംബമൊക്കെ, എനിക്ക് മാത്രമാണോ കുടുംബം?
അവക്കും ഉണ്ട് കുടുംബം, അവക്കും ഉണ്ട് അപ്പൻ, അവക്കും ഉണ്ട് അമ്മ, അവക്കും ഉണ്ട് സഹോദരങ്ങളും. അവരെ കാണാൻ അവക്കും ഒരു ആഗ്രഹമൊക്കെ ഇല്ലേ? കുടിച്ച് നടന്ന സമയത്ത് നമ്മൾ ഇതിനൊന്നും കൊണ്ടുപോകാനോ പിടിക്കാനോ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ഇപ്പോഴെങ്കിലും ഒന്ന് കൊണ്ടുപോയിക്കൂടെ? അത് ആലോചിച്ച് ശ്രദ്ധയോടെ ആലോചിക്കുമ്പം നമ്മുടെ തലയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ചിന്തയാണ് നല്ലൊരു ചിന്തയാണത്. അല്ലാതെ നമ്മൾ ചാടി കയറിയിട്ട് ഉണ്ടാക്കുന്ന ചിന്തയല്ല. അപ്പൊ വീണ്ടും നമുക്ക് സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുക, അവൾക്ക്, അതായത് കെട്ടിയോക്ക്, ഞാൻ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ? ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സുബോധ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും നമ്മളിതൊന്നും ചോദിക്കാറൊന്നുമില്ല, നമുക്ക് ഇതിനൊന്നും സമയവും കിട്ടാറില്ല. നമ്മളിങ്ങനെ ഇന്ന് ഞാൻ കുടിക്കുന്നില്ല, കുടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതെന്നല്ലാതെ ആ അകങ്ങളിലേക്ക് കയറി നോക്കുന്നില്ല. അതാണ് ഇത്തരത്തിലുള്ള വിഷയാധിഷ്ഠിത മീറ്റിങ്ങിലൊക്കെ സംഭവിക്കുന്നത്. ഈ അകത്തളങ്ങളിലേക്ക് നമ്മുടെ തന്നെ ഉള്ളുകള്ളി എന്നൊക്കെ പറയത്തില്ലേ, നമ്മുടെ തന്നെ ഉള്ളുകളിലേക്ക് കയറിയിട്ട് ഒരു എത്തിനോട്ടം നടത്താനായിട്ട് ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഞാൻ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇല്ല എന്നുള്ളതാണ് മിക്കപ്പോഴും വരിക. ഞാനിപ്പോ ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് ഇപ്പോഴും ധൈര്യപൂർവ്വം നന്നായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊന്നും അവകാശപ്പെടാനായിട്ട് പറ്റുന്നില്ല. കാരണം ഇനിയും ശരിയാവാനുണ്ട്, ഒത്തിരി കാര്യങ്ങളിൽ ഇനിയും നന്നാവാനുണ്ട്, ശരിയാവാനുണ്ട്. ഈ കുടുംബജീവിതത്തിനകത്തുണ്ടാകുന്ന സംഘർഷങ്ങളിൽ നിന്നും വിട്ടുമാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നല്ലാതെ അതൊന്നും പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടൊന്നുമില്ല ആ ശ്രമങ്ങളിൽ. വല്ലപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ വഴക്കും വക്കാണോ ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ പറയും ഇച്ചിരി വഴക്കും വക്കാണോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ജീവിതം എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അതൊക്കെ ഒരു ജസ്റ്റിഫിക്കേഷൻസ്, ന്യായീകരണം മാത്രമാണ്. അതൊന്നുമില്ലാതെ വളരെ ഭംഗിയായിട്ട് ജീവിക്കുന്ന ഏകാരെ തന്നെ എത്രയോ പേരെ എനിക്കറിയാം. നമ്മുടെ പഴയ ഏകാരുടെയൊക്കെ ജീവിതം കാണുമ്പോൾ അതിശയിച്ചു പോകുന്ന തരത്തിലൊക്കെ കുടുംബം കൊണ്ട് നടക്കുന്നതാണ്. അത് കാണുമ്പോൾ കൊതിയുണ്ട്, അതേ സമയത്ത് ഇച്ചിരി അസൂയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. എന്നാലും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈനായിട്ട് കൂട്ടുമ്പോൾ അത്ര വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. അടുത്ത ചോദ്യം ഇത് തന്നെയാണ്, അവൾ സന്തോഷവതിയാണോ? ഞാനിവിടെ മീറ്റിങ്ങിനൊക്കെ വരുന്നുണ്ട്, ഞാനിവിടെ വന്നിട്ട് സുഖാണ്, സന്തോഷാണ് എന്നും പറയുന്നുണ്ട്. അവൾ സന്തോഷവതിയാണോ? അത് ഞാൻ ഇന്നേ വരെ ചിന്തിക്കാത്തൊരു കാര്യം. ഇതൊക്കെയാണ് നമ്മൾ അകക്കള്ളികൾ എന്ന് പറയുന്നത്. മുന്നോട്ട് നോക്കുന്ന സമയത്ത് ചോദിക്കേണ്ട, നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ. ഇതുകൊണ്ട് ഒരു ചമ്മലും ഉണ്ടാവേണ്ട കാര്യമില്ല. ഇതൊരു 99% ഏക്കാരിലൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെ. അതുകൊണ്ടാണ് നമ്മളെ ബിഗ് ബുക്കിൽ പറയുന്ന പോലെ നമ്മളാരും പുണ്യാളന്മാരൊന്നും അല്ല എന്നുള്ളൊരു നമുക്കൊരു ഇത് ഇട്ട് തരുന്നുണ്ട്. എന്താ പറയുക, ജാമ്യം. എൻ്റെ സുബോധം അവൾക്ക് എത്രമാത്രം ഗുണപരമാണ്? അടുത്ത ചോദ്യം, എൻ്റെ സുബോധം അവൾക്ക് എത്രമാത്രം ഗുണപരമാണ്? അവൾ സംതൃപ്തയാണോ? എല്ലാ ഫീൽഡുകളിലും സംതൃപ്തി അവൾക്കുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന കാര്യം നമുക്ക് ബോധ്യപ്പെടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പട്ടം പോലെ അങ്ങ്, ചരടച്ച പട്ടം പോലെ അങ്ങ് സുബോധത്തിനകത്തോടെ, ആകാശത്തോടെ, ഇങ്ങനെ പറയാം, സുബോധാകാശത്തിലൂടെ നമ്മൾ ഇങ്ങനെ പാറി നടക്കും. അർത്ഥവത്തായിട്ട് വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇങ്ങനെയൊക്കെ വരുന്ന ചോദ്യങ്ങൾ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ജീവിതത്തിനൊക്കെ ഒരു അർത്ഥമൊക്കെ വരും. നമ്മുടെ സുബോധ ജീവിതം അർത്ഥവത്താകുന്നത് ഇത്തരത്തിലുള്ള സ്വയം വിമർശനാത്മകമായിട്ടുള്ള ചോദ്യങ്ങൾ അവനവനോട് തന്നെ ഇടയ്ക്കിടെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഇനി മക്കളെ കാര്യം എടുത്താൽ അതിനേക്കാളും രസമാണ്. മക്കളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? അവിടെ എൻ്റെ ഭാഗത്ത് അശ്രദ്ധ വരുന്നുണ്ടോ? ശരിയാ, ഞാൻ അവർക്ക് എന്തോന്നാ ഫീസ് അടയ്ക്കുന്നുണ്ട്, മാസം കറക്റ്റിന് ഫീസ് കൊടുക്കുന്നുണ്ട്. പിന്നെന്താ, യൂണിഫോമിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്,
ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കൊടുക്കുന്നു, നോട്ട് ബുക്ക് വാങ്ങിക്കൊടുക്കുന്നു, അവരെ ട്യൂഷന് അയക്കുന്നുണ്ട്, എല്ലാം ഓക്കെ. പക്ഷേ അവരുടെ വൈകാരികമായ കാര്യങ്ങളിൽ ഞാൻ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്? ഇതാണ് ചോദ്യം. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, പിള്ളേർക്ക് ഇങ്ങനെ വൈകാരികമായ എന്ത് കാര്യം നടക്കുന്നു? ഇഷ്ടം പോലെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ളതിനേക്കാളും കൂടുതലുണ്ട്. അവരുടെ ഇമോഷണൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കീർണമാണ്. അത് തുടങ്ങുന്നേ ഉള്ളൂ. ആ കിളുന്ത് മക്കളെ വൈകാരിക ജീവിതം തുടങ്ങി വരുന്നേ ഉള്ളൂ. അവർക്ക് അവിടെ ഒരുപാട് സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നത്? എന്നേ വരെ എപ്പോഴെങ്കിലും അവരെ ഇമോഷണലായിട്ട് ഞാൻ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ? സ്വയം ചോദിക്കാം. നമ്മളല്ലേ ഉള്ളൂ ഇവിടെ. നമുക്ക് അങ്ങോട്ട് ചോദിക്കുന്നതിന് ഒരു മടിയും വേണ്ട. ഞാൻ എന്നാ ലാസ്റ്റിൽ അവരെയും കൂട്ടിയിട്ടൊരു ഒന്ന് കറങ്ങാൻ പോവാം മക്കളെ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ടുള്ളത്? ഇതൊക്കെ സ്വയം വിമർശനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ചോദിക്കേണ്ടതാണ്. എന്നാ ഞാൻ അവരെ അവസാനമായിട്ടൊന്ന് ലാളിച്ചത്, അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തത് എൻ്റെ മക്കളെ? അവർക്ക് അപ്പനെ തിരിച്ചു കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണ്. നമ്മൾ സുബോധവാനായി വീട്ടിലുണ്ട്, പക്ഷെ അവർക്ക് അവരുടെ അപ്പനെ തിരിച്ചു കിട്ടിയോ എന്നുള്ളതാണ് ചോദ്യം. അത് വേണമെങ്കിൽ ഇതൊന്നും ഇല്ല എന്നുള്ള റിപ്ലൈ വരുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് സുബോധവാന്റെ അശ്രദ്ധകൾ. സുബോധവാൻ തന്നെ ഞാൻ വിളിക്കട്ടെ. സുബോധവാന്റെ അശ്രദ്ധകൾ അപകടകരമായ അനാസ്ഥയാണ്. അതൊരു അനാസ്ഥ തന്നെ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകും. ഇനി പ്രതികരണ ശേഷിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വാക്ക് എപ്പോഴും എനിക്കൊക്കെ എപ്പോഴും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൊരു കാര്യമാണ്. എന്ത് നടന്നാലും കണ്ടില്ലേ ഇരിക്കുന്നത് കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ. അത് ഞാൻ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ്. കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഒരു പ്രതികരണമില്ല. അതിൻ്റെ ഓപ്പോസിറ്റും സംഭവിക്കാറുണ്ട്. ഉടൻ പ്രതികരിക്കും എന്തിനെങ്കിലും. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കൊച്ച് പരീക്ഷയെ തോറ്റു, പല വിഷയത്തിലും തോറ്റു. കെട്ടിയൊക്കെ ആദ്യം കയറാൻ എന്നാ പോയി. കൊച്ചിനാണെങ്കിൽ ബാക്കി അടുത്ത വീട്ടിലെ കൊച്ചിനൊക്കെ എല്ലാത്തിനും A+ ഉണ്ട്, ഇവിടെ 3-4 തോറ്റേക്കുന്നു. വെപ്രാളം കയറാൻ തുടങ്ങി നമുക്ക്. പക്ഷേ സുബോധവാനായ ഞാൻ ഒരു കുലുക്കവും ഇല്ലാതെ എങ്ങനെ നിൽക്കും? അപ്പൊ എൻ്റെ തലയിൽ കൂടെ ഓടുന്നത് ജീവിതത്തിൽ തോറ്റവനല്ലേ ഞാൻ. ആ ചിന്ത എന്നെ തലയിൽ കിടന്ന് മതിക്കുന്നു. ജീവിതത്തിൽ തോറ്റവൻ, എൻ്റെ കൊച്ചൊരു വിഷയത്തിന് 2 വിഷയത്തിനെ തോറ്റു, വലിയ പ്രശ്നമല്ല. എൻ്റെ കുടി കാരണം കുട്ടികളെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാത്തവനാണ് ഞാൻ എന്നത് ഒരു കുറ്റബോധം പോലെ എന്നെ അങ്ങ് വിഴുങ്ങാൻ തുടങ്ങി. ഞാൻ കുടിച്ചോണ്ടല്ലേ പിള്ളേരൊക്കെ ഇങ്ങനെയായി പോയെന്നുള്ളൊരു കുറ്റബോധം, ഒരു ഗിൽറ്റ് അടിക്കുകയാണ്. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ കുടി നിർത്തി, നമ്മൾ സുബോധവാന്മാരായിട്ട് ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അല്പാൽപമായിട്ട് നന്നാക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ വൃത്തികെട്ട സ്വഭാവങ്ങളെല്ലാം. നമ്മൾ അല്പാൽപമായിട്ട് ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആർക്ക്? നമ്മുടെ വീട്ടുകാർക്കും കുടുംബത്തിനും എല്ലാം നമ്മൾ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് അശ്രദ്ധ എന്നുള്ളത് വളരെ ചുരുക്കമേ ഉണ്ടാവുള്ളൂ. ഞാൻ പറയുന്നത് വി ആർ നോട്ട് പെർഫെക്ഷനിസ്റ്റ്. അതുകൊണ്ട് ഇനി ഉണ്ടാവത്തില്ല എന്നൊന്നും അല്ല പറയുന്നത്, വളരെ ചുരുക്കമേ ഉണ്ടാവുള്ളൂ എന്നേ പറയുന്നു. ഇതല്ലെങ്കിൽ ഇനി മക്കളെ ഈ 2 വിഷയത്തിൽ തോറ്റ ചെറുക്കനെ വിളിച്ചിട്ട് വേറൊരു അഭ്യാസം ചിലർ കാണിക്കാറുണ്ട്. അത് ശിക്ഷകനായിട്ട് മാറിക്കും. ചൂരലാവാം, ചെരുപ്പാവാം, ഓലമടലാവാം, എടുത്ത കൈ പുറത്തിടുന്ന സ്വഭാവം. ഇതൊക്കെ നമ്മുടെ പഴയ സ്വഭാവത്തിന്റെ പുനരവതരണങ്ങൾ മാത്രമാണ്. അത് പോയിട്ടില്ല അവിടെ നിന്ന്. അത് നമ്മുടെ തലയ്ക്കകത്തുനിന്ന് പോയിട്ടില്ല. ആ പഴയ സ്വഭാവ രീതികൾ, അതിനെയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഈ വൃത്തികെട്ട സ്വഭാവങ്ങൾ മാറ്റിയെടുക്കാൻ. ഈ പറഞ്ഞ പോലെ പിള്ളേർക്ക് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് പെടയ്ക്കുന്ന ഒരു സ്വഭാവം, ഈ കൈവിട്ടു പോകുന്ന കോപമൊക്കെ അപ്പൊ ചിലപ്പോൾ പൊന്തി വരും. നമ്മള് ശാന്തനായി പ്രതികരിക്കുന്നു എന്ന് പറയാം. ഒന്ന് വിളിച്ച് ചെറുക്കനെ ഒന്ന് വിളിച്ചിട്ട് ഓട്ടടാ, സാരമില്ല, നമുക്ക് അടുത്ത പരീക്ഷയിൽ ഫുൾ A+ വാങ്ങും, ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ട്. ഇതാണ് ശ്രദ്ധ. അവന്
യാതൊരു രീതിയിലും അവൻ്റെ മാനസികമായിട്ടും വൈകാരികമായിട്ടും അവനൊരു പരിക്ക് പറ്റാത്ത രീതിയിലെ ഒരു വാചകം കൊടുത്താൽ മതി. ഓട്ടടാ, ഓർത്തൊക്കെ തട്ടിയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം full A+ വാങ്ങാം. ഇതെന്തുമാത്രം പ്രോത്സാഹനമാണെന്നറിയാം. കാരണം അവൻ ഇന്നേ വരെ ലഭിക്കാത്ത, അവൻ്റെ അച്ഛനിൽ നിന്നും ലഭിക്കാത്ത ഒരു വലിയ കാര്യം അവന് കിട്ടുകയാണ്. അപ്പൊ അവൻ്റെ സുബോധവാനായ അച്ഛനെ അവന് തിരിച്ചു കിട്ടാൻ തുടങ്ങും. എന്തുകൊണ്ട്? നമ്മൾ അവൻ്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നു എന്ന് അവന് മനസ്സിലായി തുടങ്ങുന്നു. ഇത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ മാറ്റമുണ്ട്. കാരണം അതുവരെ മുരടിച്ചു പോയ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങള് അല്പാൽപമായിട്ട് അവർക്ക് ഈ പറഞ്ഞ സ്നേഹവും വാത്സല്യവും ഒക്കെ കിട്ടാൻ തുടങ്ങുമ്പം അവർക്ക് സ്വർഗം കിട്ടുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അവനവൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. ഈ അശ്രദ്ധയോടെ സ്വന്തം ചെയ്തികൾ നോക്കിക്കാണുന്നത് അപകടകരമായ ഒരു അലംഭാവം തന്നെയാണ്. അതും ശ്രദ്ധിക്കുകയാണ്. ഈ നമ്മൾ തന്നെ ചെയ്തികളെ അശ്രദ്ധയോടെ നോക്കിക്കാണുന്ന പരിപാടി. പിന്നെ വരുന്നത് മറ്റൊരു കാര്യം നമുക്കിവിടെ എടുത്തിടാവുന്നൊരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ അടുത്ത കാലത്തായിട്ട് വരുന്ന ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞൊരു വാക്ക് ഞങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ശ്രദ്ധയുടെ ഒരു ദൈർഘ്യം. ഇതൊരു അറിവുമാതിരി കൂട്ടിയാണ്. മനുഷ്യൻ എത്ര നേരം അവന് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും? അത് 2000-ൽ അതിന്റെ കണക്ക് വെറും 12 സെക്കൻഡ്. എനിക്കത് കേട്ടപ്പോൾ തോന്നി ഇത് ചുമ്മാ പറയുന്നതായിരിക്കും. ഞാൻ 2-3 സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു അതിനെപ്പറ്റി. അപ്പോൾ അവരേറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 2025 മനുഷ്യന്റെ ശ്രദ്ധാദൈർഘ്യം അല്ലെങ്കിൽ അറ്റൻഷൻ സ്പാൻ 8.25 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നൊരു ആശ്വാസത്തിന് വക നൽകുന്നുണ്ട്. പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം എന്ന് തോന്നുന്നത് മാത്രം തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. നമുക്ക് ആവശ്യം എന്ന് തോന്നുന്നു, അതിനുള്ള ഒരു പ്രത്യേക കഴിവും നമ്മൾ ആർജിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് എന്താ, അത് മാത്രം തിരഞ്ഞെടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പുത്തൻ എന്താ പറയുന്നതിന് വിവര സാങ്കേതിക വിദ്യയുണ്ട്, അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ എന്നാണല്ലോ നമ്മൾ വിളിക്കുന്നതിന്. അതിൻ്റെ ഒരു ആധിക്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പുതിയ ലോകക്രമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ അതാണ്, നവമാധ്യമങ്ങളുടെ ആധിക്യം. ഇതെല്ലാം നമ്മുടെ അശ്രദ്ധ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അല്ലാതെ നമ്മൾ കുടിച്ചു നടന്നവരായോണ്ടല്ല. നമ്മളെ പുതിയ ലോകക്രമം ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളെ എങ്ങനെയൊക്കെ അശ്രദ്ധവാന്മാരാക്കാൻ പറ്റുന്നുണ്ടോ അതെല്ലാം ലോകക്രമത്തിലുണ്ട്. നമ്മൾ ഇത് തന്നെ നോക്കിയാൽ മതി. എത്ര സമയമാണ് നമ്മൾ ഫോണെടുത്ത് ഈ റീൽസും കണ്ടിരിക്കുന്നത്? നമ്മുടെ വിലപ്പെട്ട സമയമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരിയാണ്, ഒരു 1, 2, 3 എണ്ണമൊക്കെ കണ്ടിട്ട് അങ്ങ് പൂട്ടി വെക്കാവുന്നേ ഉള്ളൂ. പക്ഷെ സാധിക്കുന്നില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ അഡിക്റ്റീവ് പേഴ്സണാലിറ്റീസ് ആണല്ലോ നമ്മളൊക്കെ, നമ്മൾ ആസക്തരാണല്ലോ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അങ്ങനെ മണിക്കൂർ കണക്കിന് റീൽസും കണ്ടിരിക്കുന്നത്. നമ്മളെ കുഴപ്പം മാത്രമല്ലത്, അല്ലാത്തവന്മാരും എല്ലാം ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ കള്ളുടിയും മാത്രമൊന്നും അല്ല ഈ പ്രശ്നം ഉള്ളത്, എല്ലാവർക്കും ഉണ്ട് ഈ പ്രശ്നം. അതാണ് ലോകത്ത് തന്നെ അശ്രദ്ധ എന്ന് പറയുന്ന കാര്യം കൂടാനായിട്ടുള്ള ഒരു കാരണം. അതാ ഞാൻ ഈ സ്കൂളിൽ അവർക്ക് സ്റ്റുഡൻറ് കൗൺസിലറായിട്ട് 2-3 സ്കൂളുകളിൽ പോകുന്നുണ്ട്. അവിടെയൊക്കെ വന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട, ടീച്ചർമാരായാലും പാരൻസ് ആയാലും വന്ന് പറയുന്ന ഒരു കാര്യം അറ്റൻഷൻ ഡെഫിസിറ്റ് എന്നുള്ള. അറ്റൻഷൻ ഡെഫിസിറ്റ്, ADHD എന്ന് പറഞ്ഞിട്ടൊരു അവസ്ഥയുണ്ട്, ഒരു ഡിസോർഡറാണത്. ഒരു മാനസികമായിട്ടുള്ള ഒരു ഡിസോർഡർ തന്നെയാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ആൻഡ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറയും. അപ്പോൾ പിള്ളേരിൽ മിക്കവാർക്കും ഇതുണ്ട് എന്നാണ് അപ്പനും അമ്മയൊക്കെ വന്നിട്ട് നമ്മളോട് പറയില്ല. ഈ ടീച്ചർമാർ പറയുന്നു ഒട്ടും തന്നെ ശ്രദ്ധയില്ല കൊച്ചിന്, ഒരു മിനിറ്റ് നേരം അവിടെ അടങ്ങിയിരിക്കില്ല. ഇപ്പോൾ 2ഉം വന്നല്ലോ, അറ്റൻഷൻ ഇല്ല, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അവന്, ഒരു മിനിറ്റ് നേരം അടങ്ങിയിരിക്കുന്നില്ല, ഹൈപ്പർ ആക്റ്റീവാണ്. ഇത് ഈ സ്കൂളിലെ കുഞ്ഞുമക്കൾക്കൊക്കെ വന്നിട്ട് ആരോപിക്കപ്പെടുന്ന ഒരു കാര്യം. കഴിഞ്ഞ ദിവസം ഒരു
ഒരു സ്ത്രീ വന്നിട്ട് അവരുടെ കുഞ്ഞിനെ പറ്റി പറഞ്ഞ, മകൻ ഭയങ്കര വികൃതിയാണ് മാഷെ. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര വയസ്സായി അവന്? അവന് 6 വയസ്സായി. 6 വയസ്സുള്ള ഒരു കുട്ടി ഒരു അല്പം വികൃതി കാണിച്ചാൽ എന്താ കുഴപ്പം? അവൻ അതല്ലേ ചെയ്യേണ്ടത്, അല്ലേ? അതൊക്കെ നമ്മളൊക്കെ പുറകോട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. ഇപ്പോഴത്തെ കുട്ടികൾ എത്ര മര്യാദക്കാരാ. പക്ഷെ ഇത് വികൃതി കാട്ടുന്നതിന്റെ കാരണം അറ്റൻഷൻ ഡെഫിസിറ്റ് ആണ്, അവന്റെ അശ്രദ്ധ ആണ്, അല്ലെങ്കിൽ ശ്രദ്ധക്കുറവാണ്. അവൻ ഹൈപ്പർ ആക്റ്റീവ് ആണ്. കൂടുതൽ അവൻ വികൃതി കാണിക്കുന്നത് ഹൈപ്പർ ആക്റ്റീവ്. ഇത് എപ്പോഴും ഇങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അവിടെ ഇവിടെയും മുക്കിനും മൂലയിലും വല്ല വനിതയും ഗൃഹലക്ഷ്മിയും ഒക്കെ വായിച്ചിട്ട് വരുന്ന വരവത്. അവിടെ നിന്നൊക്കെ കണ്ടു കാണും, എവിടെയെങ്കിലും യൂട്യൂബില് വീഡിയോയില് കേട്ട് കാണും, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഒരു അല്പജ്ഞാനവുമായിട്ട് വന്നിട്ട് എൻ്റെ കൊച്ചിന് ഇതാണെന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ അശ്രദ്ധ എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയായിട്ട് കുഞ്ഞുങ്ങളിൽ ഉണ്ട്, ഇല്ലാന്നൊന്നല്ല നമ്മൾ പറയുന്നത്. ADHD വലിയൊരു പ്രശ്നം പിടിച്ചൊരു കാര്യമാണ്. ഈ അടുത്ത് വായിച്ചൊരു കാര്യത്തിൽ നമ്മുടെ ഈ ഡിസ്കഷനിൽ ചിലർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഒരു അറിവാണ്. അതായത് ADHD ബാധിച്ച ബാല്യങ്ങൾ അവര് പ്രായപൂർത്തിയാവുന്ന സമയത്തും അവർ വളർന്നു വലുതാവുന്ന സമയത്തും അവർ ആൽക്കഹോളിലേക്ക് ചെന്നെത്താൻ സാധ്യതയുണ്ട് എന്ന് ഒരു ആർട്ടിക്കിള്, ഒരു റിസർച്ച് പേപ്പർ ആയിരുന്നു, ഒരു ഗവേഷണ വിദ്യാർത്ഥിയുടെ കണ്ടെത്തലായിരുന്നു. ഈ ADHD എന്ന് ഞാൻ മുമ്പേ പറഞ്ഞ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത്, അത് ബാധിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പം ആൽക്കഹോളിക്സ് ആവാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നു. അപ്പം ഞാനപ്പോ വിചാരിച്ചു ഞാനും ചെറുപ്പത്തിൽ വല്ല ADHDയുടെ ആളായിരുന്നോ, ആ രോഗം എന്നെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണോ ഞാൻ ആൽക്കഹോളിക് ആയി മാറിപ്പോയത് എന്നൊക്കെ മനസ്സിൽ കൂടെ ഒരു ചിന്തയൊക്കെ പാഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷെ ഇതിന്റെ തന്നെ മറ്റൊരു വൈരുദ്ധ്യം ഉണ്ടെന്നുള്ളത്, അത് രസമാണ്. ഈ നമ്മൾ തന്നെ ഈ യൂട്യൂബും ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും എല്ലാം തുറന്നിട്ട് റീൽസും അതും ഇതുമൊക്കെ കണ്ടിരിക്കുന്ന നമ്മുടെ ശ്രദ്ധാദൈർഘ്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, കുറഞ്ഞു 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 വരികയാണ് എന്നൊക്കെ പറയുന്ന ഈ OTT പ്ലാറ്റ്ഫോമിലൊക്കെ കയറി കഴിഞ്ഞാൽ 45 മിനിറ്റുള്ളൊരു എപ്പിസോഡ് അതിന്റെ 12 എണ്ണമൊക്കെ ഒറ്റ ഇരിപ്പിന് കാണുന്ന ആൾക്കാരെ എനിക്കറിയാം. ഈ സീരിയൽ പോലെ 45 മിനിറ്റ് 50 മിനിറ്റ് ഒക്കെയുള്ള ഓരോ എപ്പിസോഡ്, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്. അപ്പൊ അവിടെ ഈ ശ്രദ്ധാദൈർഘ്യം ഒന്നും പ്രശ്നമല്ലേ? ഞാനിങ്ങനെ ആലോചിച്ചു, അതെങ്ങനെ സാധിക്കുന്നു? ഈ റീൽസ് മാത്രം കണ്ട് ശീലിക്കുന്നവരാണ് മനുഷ്യർ, അവർക്ക് ഒട്ടും തന്നെ സമയം ശ്രദ്ധിച്ച് ഒരു കാര്യം കേൾക്കാനായിട്ടുള്ള കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെയാണ് OTTക്കകത്തൊക്കെ കയറിയിട്ട് ഈ സീരിയൽ മുഴുവനും ഒരു എപ്പിസോഡിൽ നിന്നും 12 എപ്പിസോഡ് ഒറ്റ ഇരിപ്പിന് വരെയൊക്കെ കാണുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ സ്ത്രീകളൊക്കെ അവർക്ക് എന്താ കൊറിയൻ ഡ്രാമ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സാധനങ്ങളുണ്ട്. കൊറിയൻ ഡ്രാമ എന്ന് പറഞ്ഞു കേട്ടു. ഞാനിത് കാണാൻ വേണ്ടി ശ്രമിച്ചു, ഒരെണ്ണം എടുത്തിട്ട് കണ്ടപ്പോൾ എനിക്ക് മതിയായി, അതുകൊണ്ട് ഓഫാക്കിയിട്ട് പോന്ന. പക്ഷെ ഇതിന്റെ ഒരുപാട് പേർക്ക് ഇത് എന്നും കാണണം എന്നുള്ളൊരവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ട്. അപ്പം ഈ ദൈർഘ്യം അവിടെ പ്രശ്നമല്ലേ? ഈ ശ്രദ്ധയുടെ ദൈർഘ്യം, അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത്, ആ കാര്യത്തിൽ എന്തുകൊണ്ട് അത് ഇല്ലാതെയായി പോകുന്നു? അപ്പം ആലോചിക്കുമ്പോൾ തോന്നുന്നൊരു കാര്യം, ഈ ഉള്ളടക്കം ഉണ്ടല്ലോ, എന്തിൻ്റെ ആണേലും ഉള്ളടക്കം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം. അതായത് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഞാനിത് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ 1 മണിക്കൂറൊക്കെ നീളമുള്ള ഈ ഒരു ടോക്ക്, ഓക്കെ, 1 മണിക്കൂറോളം നീളമുള്ള ഒരു ടോക്ക് ഈ കേൾക്കുന്ന ആൾക്കാർ കേൾക്കാനിരിക്കുന്നുണ്ട്, 10-40 പേര് അത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അത് എനിക്കറിയില്ല എത്ര പേര് കേൾക്കുന്നുണ്ടാവും, എത്ര പേര് ഓണാക്കിയിട്ടിട്ട് മാറിപ്പോയിട്ടുണ്ടാവും എന്നൊന്നും അറിയില്ല. എന്നാലും ഭൂരിഭാഗം ആൾക്കാരും കേൾക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതെന്തുകൊണ്ട് അവിടെ ഈ ശ്രദ്ധാദൈർഘ്യം പ്രശ്നമാകുന്നില്ലല്ലോ? അത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ കേൾക്കുന്ന കാര്യം, അതിൻ്റെ ഉള്ളടക്കം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്പർ 1,
അത് ഗുണപരമായിരിക്കണം. ആ ഉള്ളടക്കം, ആ കണ്ടന്റ് അത് എന്തെങ്കിലും ഗുണം ചെയ്യുന്നൊരു കാര്യമായിരിക്കും. അത് ഒരേ സമയത്ത് വിനോദവും വിജ്ഞാനവും ചേർന്നതായിരിക്കണം. അതായത് ഇൻഫർമേഷനും അതുപോലെ തന്നെ എന്റർടൈൻമെന്റും ചേർന്നൊരു സാധനമായിരിക്കും. പിന്നെ കൗതുകം ജനിപ്പിക്കുന്ന തരത്തിലായിരിക്കും. അല്ലെങ്കിൽ ഇട്ടേച്ച് പോവും ആൾക്കാർ. എന്തേലും അവനൊരു കൗതുകം വേണ്ടേ ഈ കേൾക്കുന്ന കാര്യത്തോട്? അതില്ലേല് അവിടെ ഇട്ടേച്ച് അങ്ങ് പോകും. മറ്റൊന്നുള്ളത്, ഈ ഉള്ളടക്കം എന്ന് പറയുന്നത് ഉള്ള കാര്യങ്ങളായിരിക്കണം എന്നുള്ളതാണ്. അതിനൊരു ഒത്തന്റിസിറ്റി എന്ന് പറയും. അല്ലാതെ വായി തോന്നിയ കോതയ്ക്ക് പാട്ട് വിളിച്ചു പറയലല്ല. അതിനകത്ത് സത്യസന്ധത വേണം, അത് കാര്യഗൗരവം വേണം, അത് വസ്തുതാപരമായിരിക്കണം. അതാണ് ഉള്ള കാര്യങ്ങളായിരിക്കണം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു ഉള്ളടക്കമാണെങ്കിൽ കേട്ടിരിക്കും ആൾക്കാർ. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, അത് ഉപകാരപ്രദമായിരിക്കണം. അവനെന്തെങ്കിലും ഒരു ഉപകാരം കിട്ടണം ഈ കേട്ടിരിക്കുന്നതുകൊണ്ട്. ഈ 1 മണിക്കൂർ നേരം കേട്ടിരിക്കുന്നതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ക്രിയാത്മകമായ ഒരു വ്യത്യാസം സൃഷ്ടിക്കാൻ പാകത്തിലുള്ളതായിരിക്കണം. ഇല്ലെങ്കിൽ ഇത് കേട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, ഈ വിഷയവും വിഷയാവതരണവും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു റിക്കവറിങ് ആൽക്കഹോളിക്കിനെ സംബന്ധിച്ചിടത്തോളം, സുബോധം കാക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്യധികം ഉപകാരപ്രദമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും 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 ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ കാര്യമൊന്നും നമുക്ക് ഒരു റീലായിട്ട് ഇറക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിന് നമ്മൾ ഈ ഈ തമാശയല്ല സുബോധം എന്ന് പറയുന്നത്. നമ്മൾ നമ്മൾ പറയും വി ആർ നോട്ട് എ ഗ്ലം ലോട്ട് എന്ന് നമ്മളെ ബിഗ് ബുക്കിൽ പറയുന്നുണ്ട്. നമ്മൾ വിഷണ്ണരായ ഒരു കൂട്ടരല്ല എന്ന് ബിഗ് ബുക്കിൽ പറയുന്നുണ്ട്. ശരിയാണ്, നമ്മളെപ്പോഴും ഹാപ്പിയാണ്, നമ്മൾ എൻജോയ് ചെയ്യുന്നവരാണ്, ജീവിതത്തെ ആസ്വദിക്കുന്നവരാണ്, സുബോധത്തെ ആഘോഷിക്കുന്നവരാണ്. പക്ഷേ എന്നും പറഞ്ഞിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ കാര്യഗൗരവത്തോടു കൂടി അറിയാനും അറിയിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് ഇവിടെ. അതിൽ നിന്ന് നമ്മൾ വിട്ടുമാറി പോകുന്നില്ല. അവിടെ നമ്മൾ ശ്രദ്ധാലുക്കളാണ്. അവിടെ നമ്മൾ തീർത്തും ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ജീവിത പ്രശ്നമല്ലേ. ഞാനിന്നിപ്പോൾ ഇവിടെ ഈ 1 മണിക്കൂർ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് എൻ്റെ ജീവിത പ്രശ്നം കൂടിയാണ്. എൻ്റെ സുബോധത്തെയാണ് അത് ഊട്ടി വളർത്തുന്നത്. അല്ലാതെ ഈ കേൾക്കുന്നവർക്ക് മാത്രമല്ല ഇതുകൊണ്ടുള്ള ഗുണം. പറയുന്ന എനിക്ക് ഒത്തിരി ഗുണമുണ്ട്. ഞാൻ ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് നേരം അതിന് വേണ്ടിയിട്ട് 4 മണിക്കൂറോളം അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു. കാരണം എൻ്റെ ഉള്ളിൽ അപ്പോഴും ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന കാര്യം ആർക്കേലും ഒരാൾക്ക് ഉപകാരപ്രദമായിരിക്കണം എന്നുള്ളൊരു ചിന്തയുണ്ട്. ഒരു മദ്യാസക്തനെങ്കിലും ഇതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു സതുദ്ദേശം എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് എനിക്ക് താല്പര്യം കൂടുന്നു. ഞാൻ അതിനു വേണ്ടിയിട്ട് മെനക്കെടുന്നു, പഠിക്കുന്നു. അത് എന്നെ ഒരുപാട് ഗുണപരമായിട്ട് മാറ്റങ്ങൾ എന്നിൽ ഉണ്ടാക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാനും എൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ടതല്ലേ? അല്ലാണ്ട് ചുമ്മാ പറഞ്ഞു പോയാൽ മാത്രം പോരല്ലോ. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നാളെ ഞാൻ പാലിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എൻ്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല, കണ്ണാടി നോക്കാൻ പറ്റില്ല. അതാണ് ഇതുകൊണ്ട് ഇപ്പൊ ഒരേ സമയത്ത് വിഷയം അവതരിപ്പിക്കുന്ന ആൾക്കും വിഷയം കേൾക്കുന്ന ആൾക്കും ഇത് ഗുണപരവും ക്രിയാത്മകവും ഒക്കെയായി മാറണം എന്നുള്ളതാണ്. ഇതൊരു താല്പര്യം ജനിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധാദൈർഘ്യം അവിടെയാണ് പ്രവർത്തിച്ചത്. താല്പര്യം ഉണ്ടെങ്കിൽ ഈ ദൈർഘ്യം ഒരു പ്രശ്നമാവില്ല. താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ ഇത് ഓണാക്കിയിട്ടിട്ട് നമ്മളെ മറ്റു പരിപാടികളായിട്ട് പോകും. അത് ഈ താല്പര്യം ജനിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഈ അശ്രദ്ധയെ ഒന്നും പഴി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അല്ലേ? ഈ അശ്രദ്ധ താനെ ഉണ്ടായി വരുന്ന സാധനം എന്ന് വെച്ചാൽ, താല്പര്യം ഇല്ലാത്തൊരു കാര്യത്തിനോട് ശ്രദ്ധ പുലർത്താൻ പറ്റുമോ? പറ്റിയല്ല. നമുക്ക് താല്പര്യമുള്ളപ്പോൾ നമ്മളൊരു സിനിമ കാണുമ്പോൾ തന്നെ നമ്മൾ ഏത് സിനിമയ്ക്ക് പോകണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. അതാരേലും പറഞ്ഞു കേട്ട് നല്ല സിനിമയാണെന്ന് കേൾക്കുമ്പോൾ അതിന് പോകും നമ്മൾ. അവിടെ ഒരു താല്പര്യമുണ്ട്. അല്ലെങ്കിൽ മോഹൻലാലോ മമ്മൂട്ടിയോ അഭിനയിക്കുന്ന ഒരു സിനിമയാകുമ്പോൾ
നമുക്ക് അവരോടൊരു ഇഷ്ടമുണ്ട്, അതുകൊണ്ടൊരു താല്പര്യം ജനിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ അതിന് പോകുന്നുണ്ട്, 2 മണിക്കൂർ അവിടെ ഇരിക്കുന്നുണ്ട്, സിനിമ മൊത്തം കാണുന്നുണ്ട്, ശ്രദ്ധിച്ച് കാണുന്നുണ്ട്. ഓക്കെ, നല്ല കൗതുകമുള്ള സിനിമയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് കാണുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതും കൂടെ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. അതായത് ഈ ഒരു തോന്നൽ മനസ്സിലേക്ക് കടത്തി വിട്ടാൽ ഏതൊരു പിന്നെ മദ്യാസക്തനും ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഈ അശ്രദ്ധ എന്ന വിഷയത്തെ കുറിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ ഈ കുഞ്ഞു ഒരു 3 കാര്യം ഞാൻ പറയാം. അതൊന്ന് തലയ്ക്കകത്തോട്ട് കൊടുത്തിട്ടാണ്. അതായത് ഈ വക കാര്യങ്ങൾ, ഈ വിഷയാധിഷ്ഠിത മീറ്റിങ്ങുകളും അല്ലാത്ത മീറ്റിങ്ങുകളും ശ്രദ്ധാപൂർവം ഞാൻ കേട്ടിരിക്കേണ്ടതാണ് എന്നുള്ള ചിന്ത അത് വളർത്തിയെടുക്കുക. കാരണം എനിക്കിത് ആവശ്യമാണ്. എൻ്റെ മുന്നോട്ടുള്ള സുബോധ ജീവിതത്തിലേക്ക് ഇതെല്ലാം ആവശ്യമുള്ള കാര്യം. ഈ ചിന്ത തലയ്ക്കകത്ത് കയറിയാൽ നമ്മൾ ഓക്കെ ആയി. നമുക്ക് ഈ ഗുണപരമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു സംശയവും വേണ്ട. പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരോട് പ്രത്യേകിച്ച് ഞാൻ പറയുന്ന ഒറ്റ കാര്യം ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഓരോ ഇൻഫർമേഷനും, അത് ബാഹ്യമായാലും അത് ആന്തരികമായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എയിലൂടെ സഞ്ചാരം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമുക്ക് നമ്മുടെ പാംഫ്ലെറ്റ്സുകളിൽ നിന്നും, നമ്മൾ ബിഗ് ബുക്കിൽ നിന്നും, 12 പടികളിൽ നിന്നും, പാരമ്പര്യങ്ങളിൽ നിന്നും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന അറിവുകളുണ്ടല്ലോ, ഈ അറിവ് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. നമ്മുടെ സുബോധ ജീവിതത്തിനെ അത് സുഗമമാക്കുകയാണ്. അല്ലേലും നമ്മൾ കുടിക്കാതെ നടക്കുന്നു, സുബോധവാനാണെന്ന് പറയുന്നു, ക്ലെയിം ചെയ്യുന്നു ഒക്കെ ഉണ്ട്. പക്ഷെ അതല്ല, അതിൽക്കും അപ്പുറം ഒരു കാര്യമുണ്ട്. ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ പറയത്തില്ലേ, ഒരു ക്വാളിറ്റി ഉള്ള ഏകാരൻ എന്ന് പറയുന്ന ഒരു വ്യത്യാസമുണ്ട്. അവൻ അല്പം കൂടി കാര്യങ്ങളിലും വിഷയങ്ങളിലും ശ്രദ്ധാലുവായിരിക്കും എന്നുള്ള, അവൻ ഒത്തിരി ശ്രദ്ധിക്കും. കാര്യം, ഞാൻ പറഞ്ഞ കാര്യം, ഇത് എനിക്ക് ആവശ്യമാണ് എന്നുള്ള തോന്നൽ അവനിലുണ്ട്. അതുകൊണ്ട് ആവശ്യമുള്ളൊരു കാര്യമായതുകൊണ്ട് അവൻ ശ്രദ്ധിക്കും. അവിടെ അശ്രദ്ധ കാണിക്കുന്നത് അപകടകരമാണ് എന്നവൻ മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞത് ഈ പുറമേയുള്ള കാര്യങ്ങൾ മാത്രമല്ല, അറിവുകൾ മാത്രമല്ല, നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണേ. അതാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓരോ എൻകൗണ്ടറിലും ആയിട്ട് ബന്ധപ്പെട്ട എന്തൊരു കാര്യം, അത് മീറ്റിംഗ് ആവട്ടെ, കൺവെൻഷൻ ആവട്ടെ, ഇതുപോലത്തെ ഓൺലൈൻ ആവട്ടെ, എന്തുവാണെങ്കിലും ഒന്നും വേണ്ട, ഒരു സുഹൃത്തുമായിട്ടുള്ള ഒരു സൗഹൃദ സംഭാഷണം, ഒരു ടെലിഫോണിക് ഒരു ടോക്ക്, ഇതെല്ലാം ഉണ്ടല്ലോ നമ്മളെ ആന്തരികമായിട്ടുള്ള ഒരുപാട് വളർച്ചയ്ക്ക് അത് വളം വയ്ക്കുന്നുണ്ട്. നമ്മളെ എങ്ങോട്ടാ പോകുന്നത്? നമുക്ക് മുന്നോട്ടല്ലേ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അതിന് വേണ്ട എല്ലാവിധ ടൂൾസുമാണ് തന്നുകൊണ്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ എടുക്കുക, പ്രയോഗിക്കുക, ഇത് മാത്രമേ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുള്ളൂ. അതും ആവശ്യപ്പെടുന്നത് പോലും ഒരു നിർബന്ധ ബുദ്ധിയോട് കൂടിയൊന്നും അല്ല. കാരണം നമ്മളെ പോലെ ഗജപോക്രികളോട് നിർബന്ധ ബുദ്ധിയായിട്ട് വന്നു കഴിഞ്ഞാൽ നീ നിന്റെ പണി നോക്കടാന്ന് പറയാനുള്ള നാവ് ഇപ്പോഴും ഉയരുന്ന ആൾക്കാരാ. അതുകൊണ്ട് നിർദ്ദേശങ്ങളായിട്ടാണ് ഇത് ഓരോന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നിർദ്ദേശങ്ങൾ, സജഷൻസ് മാത്രമേ ഉള്ളൂ. നമ്മളൊന്നും ഈ തീർപ്പ് കൽപ്പിക്കുന്നില്ല ഒരു കാര്യത്തിലും. നമ്മൾ കൽപ്പനകൾ, 12 കൽപ്പനകളല്ല ഇവിടെ കൊടുക്കുന്നത്. നമ്മളിവിടെ കൊടുക്കുന്നത് 12 സജഷൻസ് ആണ്. സ്റ്റെപ്സ് എന്ന് പറയുന്നത്, പടികൾ എന്ന് പറയുന്നത് അതാണ് സാധനം. വേണേ എടുക്കാം, അല്ലേ തള്ളാം. ഇറ്റ്സ് അപ് ടു യു. ആ ചോയ്സ് ഉണ്ട്, തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പടികൾ എടുക്കാം, അത് പ്രാവർത്തികമാക്കാം, അത് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതം ഒന്ന് നല്ല ഭംഗിയുള്ളതാക്കാം, ഒരു ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാൻ പറ്റും ആ പടികൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. അതല്ലേ വേണ്ടെങ്കിൽ വേണ്ട. അല്ലേലും മീറ്റിങ്ങുകൾക്കൊക്കെ ആരാണ്ടോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മീറ്റിങ്ങുകൾക്ക് സ്ഥിരമായിട്ട് വരുന്നുണ്ട്, ഞാനിപ്പോൾ കുടിക്കുന്നില്ല. ഓക്കെ, നല്ല കാര്യം. അപ്പോഴാണ് നമ്മൾ കുടിക്കാതിരിക്കൽ മാത്രമാണോ എന്നുള്ളൊരു ചോദ്യം വല്ലപ്പോഴും എങ്കിലും തലയിലേക്ക് കയറ്റും. അല്ല, കുടിക്കാതിരിക്കൽ മാത്രമല്ല, നമ്മൾ ഒരു നല്ല മനുഷ്യനാവുക എന്നുള്ള
ഒരു കാര്യം കൂടി അതിൽ കിടപ്പുണ്ട്. അതും കൂടി ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ യു ബിക്കം സോബർ. നമ്മൾ പറയില്ലേ, റിക്കവേർഡ് ആൽക്കഹോളിക് ആയിട്ട് മാറുകയാണ്. ഈ പടികളും പാരമ്പര്യങ്ങളും എല്ലാം അനുസരിച്ച് ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മളോട് സജസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം അനുശീലിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് യു ബിക്കം എ റിക്കവേർഡ് ആൽക്കഹോളിക്. അതാണ് വ്യത്യാസം. നമ്മൾ ഏതായാലും മെനക്കെട്ട് ഇറങ്ങി ഇതിനകത്തോട്ട്, അല്ലേ? നമ്മൾ എത്തിപ്പെട്ടത് അത്രയും നല്ല ഭംഗിയുള്ള ഒരു ഉദ്യാനത്തിലാണ്. അവിടെ നിറയെ നല്ല കാര്യങ്ങളേ ഉള്ളൂ, പൂക്കളും മരങ്ങളും പച്ചപ്പും കളറുകളും ഒക്കെ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പൊ അതിലൂടെയുള്ള സഞ്ചാരം നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിലെ സഞ്ചരിക്കുക, ശ്രദ്ധയോടുകൂടി സഞ്ചരിക്കുക. അവിടെ നമ്മുടെ ഉള്ളിലേക്ക് ഈ അശ്രദ്ധകൾ, ഡിസ്ട്രാക്ഷൻസ് കയറി വരാതെ നോക്കുക. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പറയത്തില്ലേ, ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒരു സിനിമയുടെ പേരാണ്. ജീവിതം ഭയങ്കര ഭംഗിയുള്ളതായി മാറുക എന്നുള്ള. ഇതുകൊണ്ട് നമ്മൾക്ക് മാത്രമല്ല മെച്ചം, നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ കുടുംബം എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ കെട്ടിയോള്, നമ്മുടെ മക്കള്, അപ്പനമ്മ, സഹോദരങ്ങള്, ഇവർക്കെല്ലാം ഇതിന്റെ മെച്ചം കിട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരാളെ നന്നാവുന്നുള്ളൂ, പക്ഷെ ഇവർക്കെല്ലാം അതിന്റെ ആ നന്നാവലിന്റെ പ്രസരണങ്ങൾ ഏറ്റടിച്ച് ഒരു പുഷ്പം പോലെ തന്നെ അതിന്റെ ഗന്ധം സഞ്ചരിക്കും. നമ്മുടെ സുബോധ മനസ്സ്, നമ്മുടെ സുബോധം തന്നെ അത് പ്രസരിക്കുന്ന ഒരു കാര്യം, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്നിലും നിങ്ങളിലും മാത്രം ഒതുങ്ങിക്കൂടുകയല്ല സുബോധം. അത് അത് അങ്ങ് ട്രാവൽ ചെയ്യാണ്, അടുത്ത കുടുംബത്തിലേക്ക് എത്തുന്നു, അവിടെ സന്തോഷം നമ്മൾ പ്രസരണം ചെയ്യുന്നു, അവർക്ക് സന്തോഷമാകുന്നു, അത് നമ്മൾ സമൂഹത്തിലേക്ക് എത്തുന്നു, അവിടേക്കും പലതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. പൊട്ടൻഷ്യൽ ഒത്തിരി ഉണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. ആ കാര്യം ഇപ്പം സമയമുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളെ തന്നെയൊക്കെ ഗ്രൂപ്പുകൾ, ഹോം ഗ്രൂപ്പുകളോ അതും ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, കുടി നിർത്തിയതിന് ശേഷം ഏലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എത്ര പേരാണ് ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തുന്നത്. ആർക്കും വേണ്ടാതെ റോട്ടിൽ കിടന്ന മനുഷ്യരല്ലേ നമ്മളൊക്കെ. ഇപ്പൊ എവിടേക്ക് എത്തിപ്പെടുന്നുണ്ട്? അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? റിഫൈൻമെന്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഒരാള് നന്നാകുന്നുണ്ട്, ആ നന്നാകുന്നുണ്ട് എന്നുള്ള കാര്യം നാട്ടുകാരെ അറിയുന്നുണ്ട്, അവനെ പിടിച്ച് ഇലക്ഷന് നിർത്തുന്നുണ്ട്, അങ്ങനെ പിന്നെ പൊതു സ്ഥാപനങ്ങളിലൊക്കെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ആൾക്കാരിൽ വിശ്വാസം നമ്മൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക, നഷ്ടപ്പെട്ട വിശ്വാസം. അതാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചില്ലറ കാര്യമില്ല. ഈവൻ നമ്മളെ വീട്ടിനകത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ വിശ്വാസം അല്പാൽപമായിട്ട് തിരിച്ചു പിടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യം അല്ലത്. അതൊന്നും ലഘു ആയിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല, വലിയ കാര്യം തന്നെയാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹത്തായ ഒരു കാര്യം തന്നെ. നമ്മുടെ ജീവിതം ഇത്തരത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ രീതി അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ ആളിൽ ചുരുക്കേ ഉണ്ടാവുള്ളൂ, ആൾക്കാർ കുറവായിരിക്കും, എന്നാലും ഉള്ളവര് ക്വാളിറ്റി ഉള്ള ആൾക്കാരായിട്ട് തന്നെ വേണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ. പിന്നീടുള്ളത്, നമുക്ക് കിട്ടിയ ഈ കാര്യം മറ്റൊരാൾക്കും കൂടെ പകർന്നു കൊടുക്കാൻ, അതാണല്ലോ നമ്മൾ പറയുന്നത്, എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ കൂടുതൽ കൂടുതൽ ഊന്നിക്കൊണ്ടിരിക്കേണ്ട ഒരു കാലമാണ്. കാര്യം കൂടുതൽ ആളുകൾ ആൽക്കഹോളിക്സ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മുടെയൊക്കെ ദൗത്യം, നമ്മുടെയൊക്കെ ഉത്തരവാദിത്തം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധ്യം, ആ ബോധം തലയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. മറ്റൊരാളെ കൂടെ കൈ കൊടുത്ത് ഇതിനകത്തേക്ക് എത്തിക്കും, അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു 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 കഴിവും സിദ്ധിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ നാളെ ഈ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഈ സംഘം നിലനിൽക്കുകയുള്ളൂ. ഞാനും നിങ്ങളുമൊക്കെ കുറച്ചു കാലം കഴിഞ്ഞ് അങ്ങ് തീരും. ഇതെപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. കാരണം ഇതൊരു കയ്യാണ്, ഇതൊരു പിടിവള്ളിയാണ്. നമ്മുടെ ഒരു മാഗസിൻ്റെ പേര് തന്നെ അതാ, ഗ്രേപ്പ് വൈൻ എന്നാണ്. ഞാൻ ആദ്യ കാലത്ത് വിചാരിച്ച ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞപ്പോൾ വൈനാണെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ ആദ്യം വിചാരിച്ചു, മുന്തിരി കൊണ്ടുള്ള വീഞ്ഞാണ് ഗ്രേപ്പ് വൈൻ എന്നാണ് വിചാരിച്ചു. പിന്നെയാണ് പഴമക്കാരൻ എന്നോട് പറഞ്ഞു, എടാ പണ്ടച്ചാര, ഇത് നല്ലടാ, ഗ്രേപ്പ് വൈൻ ഉദ്ദേശിക്കുന്ന മുന്തിരി വള്ളി എന്നുള്ളതാണ്.
അതാണ്, അതൊരു പിടിവള്ളിയാണ്. നമുക്ക് അവസാനം ലഭിച്ചൊരു പിടിവള്ളിയാണ്. മുങ്ങി 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 താഴ്ന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്നു ചേർന്ന ഒരു പിടിവള്ളി. അത് അമൂല്യമായിട്ടുള്ള ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കി നമ്മൾ അതിൽ പിടിച്ചു തൂങ്ങി മറ്റുള്ളവർക്കും കൂടെ ആ വള്ളി എറിഞ്ഞു കൊടുത്ത് അവരെയും കൂടെ നമ്മളോടൊപ്പം സഞ്ചരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ഇത്രയൊക്കെയുള്ളൂ ആൽക്കഹോളിക്സ് അനോണിമസ്. നമുക്ക് സുന്ദരമായിട്ടുള്ള ജീവിതം നയിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വേണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം മാത്രം എടുത്താൽ മതി. പോകുന്ന സമയത്ത്, സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് ഭംഗിയായിട്ട് സഞ്ചരിക്കാം. അതിനു വേണ്ടിയിട്ട് ഉതകുന്ന തരത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുള്ളതും ഓരോ കാര്യങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. യു ആർ സേഫ് ഹിയർ. ഒരു ഭയപ്പാടും വേണ്ട. പറഞ്ഞ പ്രകാരം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ സേഫാണ്. ഇതൊരു കംഫർട്ട് സോണായിട്ട് തന്നെ കൂട്ടിക്കുന്നു. പക്ഷേ പണിയെടുത്താൽ മാത്രം ലഭിക്കുന്ന ഒരു കംഫർട്ടാണ്. വെറുതെ ഇരുന്നാൽ ഒന്നും കിട്ടില്ല. പണിയെടുത്തുകൊണ്ടേ ഇരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പിരിയുന്ന സമയത്ത് പറയുന്നൊരു വാചകം ഉണ്ടല്ലോ, ഇറ്റ് വർക്ക്സ് ഇഫ് യു വർക്ക് ഇറ്റ്. നമ്മൾ അതിനെ പണിയെടുപ്പിച്ചാൽ മാത്രമേ അത് അതിൻ്റെ പണി ചെയ്യുകയുള്ളൂ. അത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സുബോധത്തിൻ്റെ അടിപൊളി ദിവസം ആശംസിച്ച് നിർത്തുന്നു. താങ്ക് യു. നന്ദി ബൈജു ചേട്ടാ, നമ്മളോട് ഇത്രയേരം വിഷയാധിഷ്ഠിത ഷെയറിങ്ങിൽ സംസാരിച്ചതിന്.